എല്ലാവർക്കും എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. ഈ ഗ്രൂപ്പുകൾക്ക് നന്ദി. ഇത് എന്നെയും കേട്ടിട്ടിരിക്കുന്ന ഈ സുഹൃത്തുക്കൾക്ക് നന്ദി. കാരണം പറയും പാർട്ടിസിപ്പേഷൻ, നമ്മളെ കൺസെപ്റ്റിലുള്ള പങ്കാളിത്തം, ഇതിൽ പങ്കെടുക്കലാണ് ഏറ്റവും വലിയ കാര്യം. അത് ഓരോരുത്തരും അവരവർക്ക് വേണ്ടി, സുരേഷ് പറയുന്നതുകൊണ്ടൊന്നല്ല, ഇത് റെഗുലറായിട്ട് ഇവർ നടത്തുന്നതാണ്. ഇവർക്ക് എപ്പോഴും തെറ്റ് പറ്റുമ്പോൾ എന്നെ പോലത്തെ ആൾക്കാരെ വിളിക്കുന്നതാണ്. ഏതായാലും ഇന്നത്തെ വിഷയം എനിക്ക് നല്ലോണം എന്താ പറയാ, ഗ്രഹസ്ഥ്യമായ നല്ലൊരു സബ്ജക്റ്റാണ്. അടിതട്ടൽ, റോക്ക് ബോട്ടം. റോക്ക് ബോട്ടം എന്ന് പറയുമ്പം ഹിറ്റിംഗ് ദ ബോട്ടം അങ്ങനെയെല്ലാം പറയും. ആരും ഏരിയക്ക് വന്ന ആരും ഇത് തട്ടാതെ ഇങ്ങോട്ടേക്ക് കയറി വരുന്ന എനിക്ക് തോന്നുന്നില്ല, വന്നിട്ടും ഉണ്ടാവില്ല. കാരണം നമ്മളൊരു സുഹൃത്തെല്ലാം പറയും ഓൺലൈനിൽ തന്നെ, ഇതൊരു അവസാന വണ്ടിയാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് ക്യാച്ച് ബെസ്റ്റ് ക്യാച്ച് എന്നെല്ലാം പറയും. അവസാന വണ്ടി തന്നെയാ. ദൈവം എല്ലാ പരീക്ഷണങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഫോറിൻ കൺട്രീസിലെല്ലാം ചോദിക്കുന്നവർക്ക് എന്തെങ്കിലും ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ കുറിച്ചിട്ട് വന്നോ എങ്കില്. പക്ഷെ മദ്യം നിർത്തണം എന്നുള്ള ആഗ്രഹം മാത്രമാണ് ചേരുവാനുള്ള ഒരേ ഒരു യോഗ്യത. അത് രണ്ട് മഹാന്മാര്, അത് തന്നെ ദൈവം തന്നെ അങ്ങനെ പറയിച്ചുകൊണ്ട് മാത്രം ഞാനെല്ലാം രക്ഷപ്പെട്ട് വന്നുപോയുണ്ട്. അതിൻ്റെ ഇടയിൽ ഈ 12 പടികളുണ്ട്, പാരമ്പര്യമുണ്ട്, അല്ലെങ്കിൽ ഒരു സ്പോൺസർ ഉണ്ട്. ഇവരിങ്ങനെ 7:30 മുതൽ എപ്പോഴും മീറ്റിങ്ങിന് വരണം, ഇവിടെ നിരന്തരം ഇരിക്കണം, അങ്ങനെയെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് തിരിച്ചു പോവാന്നുള്ള രീതിയിൽ വന്ന ആളാ. അടിതട്ടലിന് മുമ്പേ എൻ്റെ ഒരു പഴമക്കാരൻ ഒരാൾ, അയാൾ ഈ ഡിപ്പാർട്ട്മെന്റിലെല്ലാം ചെന്നൈയിലുള്ള ആള്, പ്രോഗ്രാം ചെയ്യുന്ന ആളാ പറ്റി, പോലീസ്, ഫയർഫോഴ്സ്. അവരെ കൂടെ ഞങ്ങൾ 2-3 ആൾക്കാർ എപ്പോഴും ഈ അനുഭവങ്ങൾ പറയാൻ വേണ്ടി പോകും. അദ്ദേഹം എയുടെ കംപ്ലീറ്റ് സ്ട്രക്ചർ എങ്ങനെയാണ്, എന്തെല്ലാമാണ് എയിൽ വന്നു കഴിഞ്ഞാൽ മാറ്റം വരുത്തേണ്ടത്, ആ പ്രോഗ്രാം ബേസ്ഡ് ആയിട്ട് അദ്ദേഹം സംസാരിക്കും. പക്ഷെ അതിനു മുമ്പേ 2 ഷെയറിങ്ങിന് വേണ്ടി ഈ എന്താ പറയാ, ബയോളജി അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ ഈ സ്കെൽട്ടൻ തൂക്കുന്ന പോലെ എന്നെ പോലത്തെ ആൾക്കാരെ 2 ആളെ കൂട്ടിയിട്ട് പോകും. അപ്പൊ അദ്ദേഹം പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കാട്ടി മുമ്പ് ചോദിക്കുന്ന ഒരു $1 ബില്യൺ ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്കെല്ലാം അത് അപ്ലിക്കബിളാ. ആരാ കുടിയൻ? ഹൂ ഇസ് ആൽക്കഹോളിക്? ആൽക്കഹോൾ ഇതമൊന്നുമല്ല. ഈ കുടിയെന്ന് സമുദായം വിളിച്ചറിയിക്കുന്നത് ആളാ. ഭാര്യനടിക്കുന്ന ആളാ, അല്ലെങ്കിൽ മദ്യപിച്ചതിന് ശേഷം പണം വെച്ച് ചൂത് കളിക്കുന്നവനോ, അല്ലെങ്കിൽ മദ്യപിച്ചതിന് ശേഷം വേറെ ഏതെങ്കിലും എടുത്ത് പോകുന്നവനോ, അല്ലെങ്കിൽ മദ്യപിച്ചതിന് ശേഷം ഓവിൽ കിടക്കുന്നവനോ. അതിനൊരു യഥാർത്ഥ എന്താ പറയാ, ഒരു ഉത്തരമേ ഉണ്ടാവില്ല. അതേപോലെ തന്നെയാണ് ഈ അടിതട്ടൽ. വരുമ്പം മദ്യപാനം നിർത്തണമെന്നുള്ള നിങ്ങളുടെ, അതായത് ഓരോ ആൾക്കാരുടെ ആഗ്രഹം മാത്രമാണ് ഇവിടെ ചേരാനുള്ള ഒരേ ഒരു യോഗ്യത. അത് കഴിഞ്ഞ് വേറെ ഒന്നും ചോദിക്കുന്നില്ല. നീ എത്ര പെഗ് ലാസ്റ്റ് കുടിച്ച്, അല്ലെങ്കിൽ ഏത് ബ്രാൻഡാ കുടിച്ച്, അല്ലെങ്കിൽ നിന്റെ ജാതി ഏതാ, നിന്റെ പഠിപ്പ് എന്താ, അന്തസ് എന്താ, നീ എത്ര പൈസ നിന്റെ ബാങ്ക് ബാലൻസ് ഉണ്ട്, കല്യാണം കഴിച്ചതാണോ, കല്യാണം കഴിക്കാത്തതാണോ, ഡൈവേഴ്സ് ആണോ, മക്കളുണ്ടോ, ഇതെല്ലാം പിന്നെ വെറുതെ വിശേഷത്തിന് വേണേൽ ചോദിക്കുമല്ലേ. നമ്മൾ പറഞ്ഞാൽ അവർ കേൾക്കുന്നല്ലാതെ വേറെ ഒരു കാര്യവും പറയില്ല. അതുകൊണ്ട് തന്നെ ഈ അടിത്തട്ടൽ അവരവരെ കണക്കാന്ന് പറയാം. ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ മാത്രം അടിത്തട്ടൽ പറഞ്ഞുകൊണ്ട് പോയിക്കൊണ്ടേയിരിക്കും. അത് ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കറിയുന്നേ ഞാൻ പറയാൻ പറ്റുള്ളൂ. അതിനു മുമ്പേ 1-2 വേറുള്ള ആൾക്കാരതും ഞാൻ പറഞ്ഞു കേട്ടതാണ്, അതൊന്നും കേട്ട സംഭവമല്ല. ഒരാൾ കുടിച്ചിട്ട് ബീച്ചിൽ അദ്ദേഹത്തിന്റെ റീഡിങ് ഗ്ലാസ്, വെറും റീഡിങ് ഗ്ലാസ്, വലിയ വിലന്റെ ഒന്നല്ല, സാധാരണ റീഡിങ് ഗ്ലാസ് മറന്ന് വെച്ച് പോയി വന്ന് ഒറ്റ ഒരു ബീർ കുടിച്ചിട്ടാണ് അത് ചെയ്തതെന്നാ ഞാൻ കേട്ടത്. ഒരു ബീർ കുടിച്ച ആള് അദ്ദേഹത്തിന്റെ മൂക്ക് കണ്ണാടി റീഡിങ് ഗ്ലാസ് ആ ബീച്ചിൽ വെച്ച് മറന്നു പോയി വന്നതിന് ശേഷം, ഈ അടിത്തട്ടലിന് ഏറ്റവും വലിയ മ്യൂസിക്കാണ്
ഇപ്പം വീട്ടിൽ വന്നിട്ട് കണ്ണാടി നോക്കിയിട്ട് കാണുന്നില്ല. എവിടെയാ പോയെ? മദ്യപിക്കുന്നിടത്ത് പോയി. പിന്നെ അദ്ദേഹം കുടിച്ചിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ മാനസികമായി അദ്ദേഹത്തിന്റെ ഒരു സാധനം നഷ്ടപ്പെട്ടപ്പം എനിക്കല്ല എൻ്റെ ജീവൻ നഷ്ടമാവും എന്ന് പറഞ്ഞപ്പോഴാണ് ഈ അടിതട്ടലിനൊന്നുമല്ല, കുറച്ച് ഇതിൽ നിന്ന് മാറി നിൽക്കണം, ഇത് ശരിയാവില്ല. ഇപ്പോ ഭാര്യ ചീത്ത പറയുന്നു, സുഹൃത്തുക്കൾ കൂട്ടുന്നില്ല, മക്കൾ തിരിഞ്ഞു നോക്കുന്നില്ല. എൻ്റെ രണ്ടാമത്തെ മോളെല്ലാം എൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ് മുഖം തിരിച്ച് വെട്ടിച്ച് പോവായിരുന്നു. അതിലെക്കാട്ടി കൂടുതൽ ഒരു അടിത്തട്ടിൽ എന്താ ഒരു അച്ഛന് വേണ്ടത്? ഭാര്യ പിന്നെ വളരെ സ്നേഹത്തോടെ കുടിച്ചു വന്നു കഴിഞ്ഞാൽ പാട്ട് പാടും, അത് കേട്ടാണ് ഞാൻ ഉറങ്ങാറ്. ഈ റോക്ക് ബോട്ടം തന്നെ രണ്ട് മൂന്ന് തലങ്ങളിൽ പറയും. ഫിസിക്കൽ റോക്ക് ബോട്ടം, ഫൈനാൻഷ്യൽ റോക്ക് ബോട്ടം, പിന്നെ ഏറ്റവും കൂടുതൽ ഇമോഷണൽ റോക്ക് ബോട്ടം. ഇങ്ങനെ രണ്ട് മൂന്ന് തലങ്ങളിൽ ആദ്യത്തേതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ. ഞാനെല്ലാം 90 കുടിച്ചാൽ 900 ഛർദിക്കുന്ന രീതിയായിരിക്കും അവസാനം. കുറച്ച് കുടിക്കുക, കുറെ ഛർദിക്കുക. ഞാൻ തന്നെ ചിന്തിക്കും, ഇത് എവിടുന്നടാ ഈ വെള്ളം? ഞാൻ 10-15 ദിവസമായി ഭക്ഷണമേ കഴിച്ചു. പച്ച കളർ, മഞ്ഞ കളർ, ആകെ പരവശനാവും ഞാൻ. എന്നോട് ഈ രാവിലെ കുടിച്ചു കഴിഞ്ഞിട്ട് ഈ ഛർദിച്ച് നിൽക്കുന്ന എൻ്റെ അവസ്ഥ കണ്ടിട്ട്, എന്തിനാടാ പിന്നെ ഇത് കേറ്റുന്നത്? പോയി ഏതെങ്കിലും ഡോക്ടറെ കാണ്. അന്നേരം അവരോട് പറയുന്ന ആ മൂക്കെല്ലാം ചീന്തിയതിന് ശേഷം, ഓ ഇല്ലടാ, ഇന്നലെ രാത്രി ചപ്പാത്തി കുറുമ കഴിച്ചിരുന്നു. ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. അവരെ സമാധാനിപ്പിക്കാൻ, അല്ലെങ്കിൽ എന്നോട് തന്നെ ഞാൻ കളവ് പറയാ, ചപ്പാത്തി കുറുമ കഴിച്ചിരുന്നു, അത് വയറ്റിന് പറ്റിയിട്ടില്ല, അതുകൊണ്ടാ ഛർദിക്കുന്നതെന്ന് പറഞ്ഞ അവര് ചോദിക്കും, ഇപ്പൊ എന്താ വേണ്ടേ, എന്താ ചെയ്യണ്ടേ? കാരണം ഈ ഈസി ചാറ് കസേര, ചാരു കസേര മടക്കി വെച്ച പോലെയാ എൻ്റെ നിപ്പെല്ലാം. അങ്ങനെ പകുതി ഒടിഞ്ഞിട്ട്, അല്ലെങ്കിൽ വളഞ്ഞു പോയ കുട പോലെ ആയിരിക്കും. വയറിങ്ങനെ പിടിച്ച് തടവിയിട്ട് അന്നേരം മരിച്ചു പോകുന്ന സ്ഥിതിയിലെ ആൾക്കാർ. മദ്യപിക്കുന്നവര്, അവര് വയക്കാരെ പോലെ തന്നെ മോശമൊന്നുമല്ല. അവര് വന്ന് പുറം തടയി തരും. ചിലപ്പം കുറച്ച് പല പരിപാടികളുണ്ട്. തല മണപ്പിക്കൽ, ഈ മുടി മണപ്പിച്ചു കഴിഞ്ഞാൽ ഛർദി നിൽക്കും. പിന്നെ വിക്സ് തടവി തരും, വിക്സ് മുട്ടായി തരും, അല്ലെങ്കിൽ അങ്ങനത്തെ എല്ലാ പരിപാടിയും നമ്മളെ സുഹൃത്തുക്കൾ നന്നായി ചെയ്യും. എന്നിട്ട് അവസാനം ചോദിക്കും, ഇപ്പൊ എന്താ എന്താ ചെയ്യാൻ പോന്ന? ഓഫീസിൽ 10 ദിവസമായിട്ടുണ്ടാവും പോയിട്ട്, കടക്കാരന്വേഷിച്ച് നടക്കുന്നുണ്ടാവും. ഈ സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. ഇപ്പൊ എന്താ വേണ്ടേ ചോദിച്ചാ ഒരേ ഒരു ഉത്തരം, ഒരു 90 വാങ്ങി തരുമോ? അവിടെ 90ന്റെ കണക്കാ, ഇവിടെ ഉണ്ട് 90 ml, അത് ക്വാർട്ടറിന്റെ പകുതി, അത് വാങ്ങി തരുമോന്നാ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. എന്നെ ഡോക്ടറെ അടുത്ത് കൂട്ടിയിട്ട് പോകും, അല്ലെ ഒരു സോഡ വാങ്ങിത്താ, ഒന്നും പറയുന്ന പ്രശ്നേ ഇല്ല. അപ്പം മദ്യത്തിനോട് അത്ര അഡിക്റ്റഡ് ആയി പോയി അവസാന കാലഘട്ടങ്ങളിൽ. ഈ ആരോ പറഞ്ഞ പോലെ ആദ്യത്തെ ക്വാർട്ടർ കുടിച്ചപ്പം ഞാൻ ഛർദ്ദിച്ചവനാ. 13 വയസ്സിൽ ആദ്യത്തെ ക്വാർട്ടർ 3 പേര് ചേർന്ന് ഷെയർ ചെയ്തപ്പം അതിൽ 2 പേര് ഛർദ്ദിച്ചില്ല, മൂന്നാമത്തവൻ ഞാൻ ഛർദ്ദിച്ചു. അന്ന് എന്നെ ദൈവം കാണിച്ചിട്ടുണ്ട്, മോനെ ഇത് എനിക്ക് പറ്റാത്ത സാധനമാണ്, ഇത് ഇന്നേ ഒഴിവാക്കിക്കോ. ആര് കേൾക്കാൻ? ദൈവം പല രൂപത്തില്, ഭാര്യയുടെ രൂപത്തിൽ, അമ്മയുടെ രൂപത്തിൽ. എൻ്റെ അമ്മ ഒരു സൈഡ് പാരലൈസ് ആയിട്ട് അവസാനം ഹോസ്പിറ്റലൈസ് ചെയ്ത് മരിച്ചാൽ അതിനെല്ലാം എനിക്ക് പങ്കുണ്ട്. അതിന്റെ കഥയൊന്നും വേണ്ട. ആ ഒരു സൈഡ് പാരലൈസ് ആയ അമ്മ, ഞാൻ എപ്പോഴും പുറത്തു പോകുമ്പോൾ, ഞാൻ എപ്പോഴും മദ്യലഹരിയിലായി. പുറത്തു പോകുമ്പോൾ മോനെ കുടിക്കരുതെന്ന് ഇങ്ങനെ കൈ രണ്ടും ഇങ്ങനെ, ഒരു കൈ കൊണ്ട് മറ്റേ കൈ എടുത്തിട്ട് കൂ കുമ്പിട്ട്, അതായത് കെഞ്ചി പറയും. ആ അമ്മ നല്ല ബ്രൈറ്റ് ആയിട്ട് നടക്കുന്ന സമയത്ത് പലപ്പോഴും കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടുണ്ട്, മോനെ ഇത് ആവശ്യമില്ലാത്ത കാര്യമാണ്. അത് അമ്മയുടെ കുടുംബത്തിലെ കുറെ ആൾക്കാർ മരിച്ചിട്ടുണ്ട്. അമ്മയുടെ 2 കാരണവന്മാര് ഈ മദ്യത്തിന്റെ ഇതിൽ തന്നെ. ഒരാള് എൻ്റെ ലൈവായിട്ട് എൻ്റെ കണ്ണിന്റെ മുമ്പിലാണ് മരിച്ചത്. അദ്ദേഹത്തിന് TB ബാധിച്ചിട്ട് കിടന്ന കിടപ്പില് അതേ ചാരായ കുടിച്ചോണ്ട്, ശരീരത്തിൽ ഒന്നുമില്ല, എല്ലും തോലും മാത്രം. ഒരു ബ്ലേഡ് വായിട്ട് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ കഴുത്തിന്റെ ഞരമ്പ് മുറിച്ചിട്ട്, ഇത് നിങ്ങൾ അതിശയോക്തിയായിട്ട് പറയുന്നവർ തോന്നും, കഴുത്ത് മുറിച്ചിട്ട് രക്തമില്ല ശരീരത്തിൽ. അദ്ദേഹം ബീഡി വലിക്കുക, ഈ കഴുത്ത് മുറിച്ചൊന്നും ആരും അറിയുന്നത്, ബീഡി വലിച്ചിട്ട് പുക ആ കഴുത്തിന്റെ അതിൽ കൂടെ പോകുന്നത്. അങ്ങനെ കണ്ടിട്ടാണ് ആൾക്കാർ ഈ സംഗതി ചെയ്തെന്ന് പറഞ്ഞ് അങ്ങനെ മരിച്ചത്. മരിച്ചതിനൊക്കുമേ ജീവിച്ചിരിക്കലുമാണ് ആ ജഡമെല്ലാം. എന്നാലും എൻ്റെ അമ്മയെല്ലാം അവരെ ശുശ്രൂഷിച്ചിട്ടെല്ലാം കുറെ ഇത് ചെയ്തിട്ടുണ്ട്.
അപ്പൊ നേരത്തെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരെല്ലാം രക്ഷപ്പെട്ടു പോയെന്ന് പറഞ്ഞ പോലെ കിട്ടുന്ന കൂട്ടർക്കേ കിട്ടുള്ളൂ. എന്റെ അമ്മയുടെ അങ്ങനത്തെ പ്രാർത്ഥന എല്ലാം ആയിരിക്കും ചിലപ്പോ എനിക്കെല്ലാം കിട്ടിയത്. ഈ ഞാൻ പറഞ്ഞില്ലേ, കല്യാണത്തിന് മുമ്പേ കുടിച്ചിട്ട് പെപ്റ്റിക് അൾസർ വന്നിട്ട്, പെപ്റ്റിക് അൾസർ അതായത് കൊക്കപ്പുഴുവിനെ പോലെ ഒരു സാധനം അതിന്റെ എന്തോ ആയിട്ട് എന്നെ ഹോസ്പിറ്റലൈസ് ചെയ്തു. കല്യാണത്തിന് ഇവിടെ ഇൻവിറ്റേഷനിൽ അടിച്ചിരിക്കുന്നു. ഞാൻ ആകെ 63 കിലോ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഇത് വന്നപ്പോ പിന്നെയും ഒരു 10 കിലോ കുറഞ്ഞു. ആകെ ഉണങ്ങി ഇങ്ങനെ. എന്നോട് കോച്ചെല്ലാം പറയുമായിരുന്നു, ഒരു 2 കമ്പി ഉണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ കൂടെ ഇവൻ പോവും. അത്ര ഒട്ടി, കവിളെല്ലാം ഒട്ടിയിട്ട്. എന്റെ കല്യാണ ഫോട്ടോകൾ ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ എന്റെ മക്കള് ചോദിക്കും എന്റെ ഭാര്യനോട്, എന്താ അമ്മ, അമ്മ കണ്ണ് തുറന്ന് നോക്കിയിട്ടില്ല ഇയാളാ ഭർത്താവ്, അല്ല ഇയാളാ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന്? വേണ്ടാന്ന് അന്നേരേ പറഞ്ഞുകൂടായിരുന്നു. താലി കെട്ടുമ്പോ കൂടെ പറഞ്ഞു, എവിടെ എന്റെ അച്ഛൻ വിട്ടാലല്ലടി എന്ന് പറഞ്ഞിട്ട് അവർ പറയും. ഏതായാലും ആ രീതിയിൽ ഉണ്ടായിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നെയ്വേലിയിലെ ഒരു GH ഞാൻ ഒറ്റക്ക് ബാച്ചിലർ ആണല്ലോ, കിടക്കുന്ന അൾസർ വന്നിട്ട് എന്റെ വായി എല്ലാം തുറന്നു കഴിഞ്ഞാൽ ആ അൾസറിന്റെ കുടലിന്റെ ആ നാറ്റം കൊണ്ട് വായിൽ പുണ്ണു വന്നിട്ട് സ്മെല്ലടിക്കും. അങ്ങനത്തെ രീതിയിലായിട്ട് പോലും ഈ മദ്യം വേണ്ടാന്ന് ഞാൻ ഒഴിവാക്കിയിട്ടില്ല. അപ്പൊ ഈ അടിതട്ടൽ, റോക്ക് ബോട്ടം എന്നെല്ലാം പറയുമ്പം ഇതെല്ലാം ദൈവം കാണിക്കുന്ന ഒരു സിംറ്റാ ചില രോഗങ്ങൾക്കെല്ലാം അപ്പൊ ഇത് വേണ്ടാന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറയിക്കാനാണ് ഇങ്ങനത്തെ കഷ്ടങ്ങളും വേദനയും എല്ലാം തരുന്നത്. എന്നാൽ ഇതെല്ലാം നന്നാകാൻ വേണ്ടി എനിക്ക് ഒരു പെഗ് കുടിച്ചാൽ ശരിയാവുന്നു. ഹോസ്പിറ്റലിൽ ജെലുസിൽ തരുന്നു, പല മെഡിസിൻസും തരുന്നു. അത് കഴിഞ്ഞ് ഒരു 6 മാസം നിർത്തി. കാരണം കല്യാണത്തിന് ഞാൻ എൻ്റെ കോച്ചിന് ഇൻവിറ്റേഷൻ കൊടുത്തപ്പോൾ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇൻവിറ്റേഷൻ കൊടുക്കുക കല്യാണത്തിന്, അദ്ദേഹത്തിന്റെ നാട്ടുകാരി തന്നെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ചോദ്യമായിരുന്നു അത്. അത് ശരിക്കും കൈക്കൊണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാര്യയും കുട്ടികളും കഷ്ടപ്പെടില്ലായിരുന്നു. എനിക്ക് ഈ തീരുമാനം ഒന്നുകൂടി മാറ്റിക്കൂടെ? കല്യാണം ഇൻവിറ്റേഷൻ കൊടുക്കുക. അദ്ദേഹത്തിന് എന്നെ കുറിച്ച് നന്നായി മനസ്സിലായിട്ടുണ്ട്, എനിക്ക് മാത്രമേ എന്നെ കുറിച്ച് മനസ്സിലാകാതായിട്ടുണ്ടായിട്ടുള്ളൂ. എനിക്ക് ഈ തീരുമാനം ഒന്നുകൂടി മാറ്റിക്കൂടെ? ഒരു പെൺകുട്ടിയുടെ ജീവൻ കളയണമെന്ന് ചോദിച്ചു. പച്ചയായിട്ടാ ചോദിച്ചത്. തമിഴ്നാട്ടിലാണെങ്കിലും അദ്ദേഹം ഒരു മലയാളിയാണ്, കൊച്ചു. അദ്ദേഹം ചോദിച്ചത് അച്ചിട്ട പോലെ അതേപോലെ നടക്കുകയും ചെയ്തു. ഇന്ന് എൻ്റെ കൂടെ ജീവനോടെ ആ ജീവൻ ഉണ്ട് ആ ഭാര്യ എന്ന് പറയുന്നത്. അവർക്കെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവാർഡ് കൊടുക്കും. കാരണം ഇന്നും എന്നോട് ചോദിച്ചിരുന്നു, ഞാനെന്താ നിങ്ങളെ അമ്മയാ ഇങ്ങനെ താലോലിക്കാൻ? കാരണം പെറ്റ കടത്തിന് അമ്മമാര് നോക്കിയാവും, വേറെ വഴിയില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മ എൻ്റെ ഭാര്യനോട് പറഞ്ഞ ഒരു വാക്ക് ഞാൻ എപ്പോ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നു, അവൻ കുറച്ചധികം കുടിക്കും, ബാക്കിയല്ല അവൻ നല്ലവനാന്ന്. ഭാര്യനോട് എൻ്റെ ഭാര്യ പറഞ്ഞൊരു വാക്കുണ്ട്, കുടിച്ചിട്ട് വന്ന് നിങ്ങളെപ്പോലും ഞാൻ കൊല്ലണം എന്ന് വിചാരിച്ചിരുന്നില്ല, പക്ഷെ നിങ്ങളെ നല്ലവനാന്ന് പറഞ്ഞ് നിങ്ങളെ അമ്മനെ കൊല്ലണം എന്നാവും. അപ്പൊ അത്രത്തോളം അവള് അനുഭവിച്ചിരുന്നു. അതുകൊണ്ട് അതൊന്നും പറയുന്നതല്ല, ഒരു തെറ്റുമില്ല. ഭാഗ്യം കൊല്ലാനൊന്നും ഇപ്പോഴുള്ള ഈ TV-യിലെല്ലാം കാണുന്ന ടെക്നിക്കൊന്നും ഒന്നും അറിയാത്തതുകൊണ്ടാ, അല്ലെങ്കിൽ പാവം തോന്നിയിട്ട് വിട്ടതാണോ? ചില സോഫ്റ്റ് കോർണറിൽ ഈ ആൽക്കഹോളിക്കിന്റെ ഭയങ്കര ആക്ടിങ്ങിൽ കെണിഞ്ഞു പോകും. എന്റെ ഭാര്യ പറയും പലപ്പോഴും നിങ്ങളെ പ്രകടനത്തില്. അപ്പോ ഇനി ഒരു റോക്ക് ബോട്ടവും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ വേറൊരു വശങ്ങളിലേക്കെല്ലാം കിടക്കാം. ഇത് എന്തുകൊണ്ടാണ് ഈ രോഗത്തിന്റെ? ഇപ്പൊ എന്റെ ശാരീരിക അസ്വസ്ഥതയെല്ലാം ഇങ്ങനെ ആയിട്ട് പോലും ഞാൻ മദ്യം നിർത്താൻ തയ്യാറായില്ല. സാമ്പത്തിക പരാധീനത അത് വേറൊരു. ശരിക്കും ഞാൻ അല്ലെങ്കിൽ ഈ എത്തിപ്പെടാൻ, അല്ലെങ്കിൽ മദ്യം നിർത്താനുള്ള ഒരു തീരുമാനം, ട്രീറ്റ്മെന്റിന് പോകാൻ സ്വീകരിക്കാനുള്ള 2 കാരണം: ഒന്ന് മരണഭയം, രണ്ടാമത്തത് പൈസ ഇല്ല. ഈ ശാരീരിക അസ്വസ്ഥയെല്ലാം കുറച്ച് 2 പെഗ് ഛർദ്ദിച്ചു കഴിഞ്ഞാൽ 3-ാമത്തെ പെഗ് നിൽക്കും, പിന്നെ അന്ന് വൈകുന്നേരം വരെ കുടിക്കാം, അത് പ്രശ്നമില്ല. എന്തിനേറെ പറയുന്നു, അവസാനത്തെ ഒരു 10,000 ഉറുപ്പ്യ ATM-ൽ എങ്ങനെയോ കെണിഞ്ഞു പോയത് എടുത്തിട്ട് എൻ്റെ ഭാര്യയും ഞാനും ട്രീറ്റ്മെന്റിലേക്ക് പോകുന്നത് 2007 ജൂലൈയിൽ. അന്ന് എൻ്റെ ഭാര്യനോട് ഞാൻ ചോദിച്ചതാണ്, ഏതായാലും കുടി നിർത്താൻ പോവല്ലേ,
എനിക്കൊരു ക്വാർട്ടർ അടിക്കണം, പൈസ കൊടുക്കും. എൻ്റെ ഭാര്യ ആകെ വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു സമയത്തായി ഈ ചോദ്യം. കാരണം ഈ 10,000 രൂപ എടുത്തിട്ട് ഞങ്ങൾ പുറപ്പെടുമ്പോൾ 10 ലക്ഷം ഉറുപ്പ്യ പുറത്ത് കട. 10,000 രൂപ കൊടുത്ത് ആരും വാങ്ങൂല. അങ്ങനത്തെ രീതിയിലുള്ള കടക്കാരുണ്ട്. അവിടെ നിന്നാണ് രക്ഷപ്പെട്ട് ഒരു ഫ്രണ്ട് കാറ് കൊണ്ടുവന്ന് അങ്ങനെ നേരെ ഞങ്ങളെ ട്രീറ്റ്മെന്റ്. ആ സമയത്ത് എന്നോട് ചോദിച്ചു എത്രയാ പൈസ ക്വാർട്ടറിന്. 300 രൂപ. 300 രൂപ വാങ്ങിച്ചിട്ട് ഒരു ക്വാർട്ടർ ബാർന്ന് തന്നെ അടിച്ചു. കാരണം അടിക്കുന്നെന്ന് പറഞ്ഞ അവസാന കാലഘട്ടങ്ങളിലും ഈ വെള്ളം അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂക്കുപൊടി വലിക്കുന്ന കൂട്ടർ അല്ലെങ്കിൽ ഒരു സിഗരറ്റ് ഇങ്ങനെ വെറുതെ 2 പഫ് അടിക്കുക, ആ ഒരു രീതിയിലേ ഉള്ളൂ. വലിയ എൻ്റെ ബോഡി കംപ്ലീറ്റ് പോയി. ഇത് മദ്യമെല്ലാം പോലും റിയാക്ട് ചെയ്യാത്ത ഇതായി പോയി. വെറുതെ എന്താ പറയാ, ഒരു ഫോർമാലിറ്റി. കുടിച്ചല്ലോ, 5 മിനിറ്റ് ഉണ്ടാവും അതിന്റെ ഒരു ചെറിയൊരു തരിപ്പ് പോലെ, അല്ലെ ഉറക്കം വരുന്ന പോലെ, അല്ലെങ്കിൽ ഒരു മയക്കം, പിന്നെ തീർന്നു. അപ്പൊ ക്വാർട്ടർ അടിച്ച് വേറൊരു ക്വാർട്ടർ അവളെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് അവളെ അടുത്ത് ഉച്ചക്ക് പോകുമ്പോ അടിക്കാന്നും പറഞ്ഞു. അത് യാത്ര പോകുമ്പോ വേറൊരു ക്വാർട്ടർ മറച്ചു വെച്ചു. അങ്ങനെ ഉച്ചക്ക് ചോറ് തിന്നുമ്പോ ആ ഒരു ക്വാർട്ടറും കൂടെ അടിച്ച്, വൈകുന്നേരത്തെ ആ ഒരു ക്വാർട്ടർ മറച്ചു വെച്ച ക്വാർട്ടർ അവസാനത്തെ കുടി എൻ്റെ ബാത്റൂം മഗ്ഗിലാണ് ഞാൻ എടുത്ത് കുടിച്ചിട്ട് ആ ബസ്സിന് കയറി മാഹിയിൽ വന്ന് അവിടുന്ന് ഞാൻ എൻ്റെ പ്രയാണം ഏരിയയിലേക്കുള്ള പിന്നെ അവിടുന്ന് തിരിച്ചു വന്നിട്ട് തുടങ്ങിയത്. ഇത്രയും വേസ്റ്റ് കണ്ടീഷനിലായിട്ടും കോയമ്പത്തൂർ ഒരു ബസ് ബ്രേക്ക് ഡൗൺ ആയപ്പോ അതാ പറയാ, ദൈവം ഈ ഇതിലേക്ക് വരുന്നതിനെക്കാട്ടി മുമ്പ് ഭയങ്കര ടെസ്റ്റ് എല്ലാം വെക്കുന്നു പറയും. നീ സിൻസിയർ ആണോ? ട്രീറ്റ്മെന്റ് സെന്ററിൽ പോയി മെമ്പറെ സപ്പോർട്ടോടെയാണ് ആ ട്രീറ്റ്മെന്റ് സെന്ററിലേക്ക് പോകുന്നത്. കാരണം അവിടെ ഒരു നന്നായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമുള്ള ഒരു ട്രീറ്റ്മെന്റ് സെന്ററാണ്. അവിടത്തേക്ക് പോകുമ്പോൾ അവിടുത്തെ സിസ്റ്റർ എന്നോട് ചോദിച്ചേ, മദ്യപാനം നിർത്തണം എന്ന് ആഗ്രഹമുണ്ടോ? ഓ ഭയങ്കര തല ആട്ടണം, വെള്ളം അടിച്ച പോലെ. എൻ്റെ അടുത്ത് ഭാര്യയും ചെറിയ മോളും നിൽക്കുന്നുണ്ട്. എന്നോട് ചോദിച്ചാൽ ആർക്ക് വേണ്ടിയാ മദ്യം നിർത്തുന്നത്? എനിക്ക് നീ സംശയം ഞാൻ ഒറ്റ കാണിക്കല്ല, എൻ്റെ ഭാര്യനെയും മോളെയും കാണിച്ചിട്ട് ഇവർക്ക് വേണ്ടിയാണോ? അപ്പൊ തന്നെ അവർ പറഞ്ഞ് ഇയാളെ തിരിച്ച് കൂട്ടിക്കൊണ്ടുപോയിക്കോ, ഇയാൾ ശരിയാവില്ല, നിങ്ങൾക്ക് വേണ്ടിയാ മദ്യം നിർത്തുന്ന, തിരിച്ചു പോയി കഴിഞ്ഞാൽ ഇയാൾ കുടിക്കും. അപ്പൊ ഇത് കഷ്ടപ്പെട്ട് വന്നല്ലേ. നെയ്വേലിന്ന് കേരള അവളെ അച്ഛനോടെല്ലാം കളവ് പറഞ്ഞ് വീണ്ടും നെയ്വേലിക്ക് പോവാന്ന് പറഞ്ഞിട്ടാണ് ഈ അതിന് കാരണമുണ്ട്. കാര്യം അവളെ അച്ഛനും അവളെ ആങ്ങളെല്ലാം എന്നെ ഈ ട്രീറ്റ്മെന്റ് സെന്ററിൽ കൊണ്ടുപോകാന്ന് പറയുമ്പോൾ അവൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞങ്ങളും എല്ലാം മദ്യപിച്ചിന്, ഇതെന്തൊരു പുതിയൊരു രീതി ട്രീറ്റ്മെന്റ്. അപ്പൊ എൻ്റെ അമ്മായിയപ്പൻ്റെ ഒരു കഥ പറയാം. അദ്ദേഹം മദ്യപിച്ചിരുന്നെന്ന് ഞാൻ കേട്ടിരുന്നു. കാരണം അവരെ വീട്ടിലെല്ലാം ഈ ഈഗിളിന്റെ കഴുത്തുള്ള പോലത്തെ എല്ലാം ബോട്ടിലെല്ലാം ഷോക്കേസിലെല്ലാം ഉണ്ടായിരുന്നു. അത് വെറുതെ വാങ്ങിച്ചു വെച്ചതായിരിക്കും എന്നാ ഞാൻ വിചാരിച്ചത്. ആ മദ്യക്കുപ്പിയൊന്നും ഞാൻ കുടിച്ചിട്ടുമില്ല. ഞാൻ പല പേരുടെ ഷോക്കേസിൽ കാണും. നമ്മളെ നാട്ടിലെല്ലാം കാണാം അങ്ങനത്തെ. അത് എന്താ ബ്രാൻഡ് എന്ന് പോലും അറിയില്ല, അങ്ങനത്തെ ബോട്ടിലെല്ലാം ഉണ്ടായിരുന്നു. എൻ്റെ ഭാര്യയും ചിലപ്പോൾ അവസരോചിതമായി ചിലപ്പോൾ എല്ലാം ഈ വാക്കുകൾ ഉപയോഗിക്കലുണ്ട്. എൻ്റെ അച്ഛനും എല്ലാം പണ്ടെല്ലാം കുടിക്കലുണ്ട്. ഇങ്ങനത്തെ കുടി ആരും കണ്ടിട്ടില്ല. ഓക്കെ, എൻ്റെ അച്ഛനെ എന്ത് കുടിച്ചിട്ടുണ്ടാ, ഞാൻ എൻ്റെ മുമ്പിൽ നിന്ന് കുടിച്ച എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. എൻ്റെ അളിയൻ എൻ്റെ അമ്മായിയപ്പനെല്ലാം എൻ്റെ കൂടെ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഇവളെ ചൊറയില്ലല്ലോ, ഈ ഭാര്യ എന്നെ പേടിക്കണ്ടല്ലോ. എൻ്റെ അച്ഛൻ്റെ കൂടെ അല്ലേ ഞാൻ കുടിക്കുന്നത്, എൻ്റെ അളിയൻ്റെ കൂടെ അല്ലേ കുടിക്കുക. പലരും പറയും ഈ ഏരിൽ തന്നെ വന്നു കഴിഞ്ഞാൽ എൻ്റെ അമ്മായിയപ്പൻ്റെ കൂടെയാണ് അളിയൻ്റെ കൂടെയാണ് കുടിച്ചതെന്നല്ല. പലരോടും എനിക്ക് അസൂയ തോന്നി. നമുക്ക് പറ്റിയില്ലല്ലോ ഈ സംഗതി. ഓക്കെ, അത് വിട്ടാണ്. അപ്പോ അദ്ദേഹം എന്നോട് തന്നെ പറഞ്ഞ കാര്യം, അദ്ദേഹത്തിന്റെ മൂത്ത മോൻ, അതായത് എൻ്റെ അളിയൻ, അവൻ ഒരു അറിവ് വെച്ച് അയാൾ വീട്ടിൽ നിന്ന് കുടിക്കുന്ന ആളാന്ന് പറഞ്ഞു. മീനിന്റെ പണിയാണ്, മീനിന്റെ ജോലിയെല്ലാം കഴിഞ്ഞ് വന്ന് ചോറെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു ബിസിനസ് പാർട്ട്ണർ ഇരുന്നിട്ട് ഈ ബിസിനസിനെ പറ്റി സംസാരിച്ചിട്ട് ഒരു ഫുൾ എടുത്ത് വെച്ചിട്ട് കുടിക്കുന്ന പറഞ്ഞു. ഒരു ഫുള്ള് ബിയറാണോ അല്ലെങ്കിൽ മറ്റേതാണോ എനിക്കറിയില്ല. ഒരു ഫിഷ് ഫ്രൈ വലുത് പൊരിച്ചിട്ട് മറ്റേ ആള് ബീഫ് എല്ലാം അടക്കം എല്ലാം കഴിച്ച് അവസാനം ഡയബറ്റിക് ആയിട്ടാണ് അയാൾ മരിച്ചത്. പക്ഷേ എൻ്റെ മൂത്ത അളിയൻ, അദ്ദേഹം അറിവ് വന്നപ്പം ഇത് എന്താന്ന് തൊട്ട് ചോദിച്ച ദിവസം, ആ ദിവസം അദ്ദേഹം മദ്യം വിട്ട് കളഞ്ഞു. ഇത് എന്താ അച്ഛാന്ന് ചോദിച്ചപ്പം വിട്ട് കളഞ്ഞു. ദൈവാനുഗ്രഹം.
അദ്ദേഹം ഒരു ആൽക്കഹോളിക് ആകാതെ അദ്ദേഹം പിന്നെ ബീഡി സിഗരറ്റ് മറ്റേതെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടൂറിന് പോയി കുടിക്കുകയോ അല്ലെങ്കിൽ അതൊന്നും ഇതല്ല. പക്ഷെ ഞാൻ അദ്ദേഹം കുടിക്കുന്ന കണ്ടിട്ടേ ഇല്ല. പക്ഷെ അദ്ദേഹം ഈ ഇമോഷണൽ റോക്ക് ബോട്ടം പറഞ്ഞില്ലേ, അദ്ദേഹത്തിന്റെ മോളെ കല്യാണം കഴിച്ചതിന് ശേഷം എൻ്റെ മോളെ ഒരു ബർത്ത്ഡേക്ക്, എനിക്ക് മോളുണ്ടായിട്ട് ഞാനൊരു 10-60 പേരെയും കൊണ്ട് ആ വീട്ടിൽ ചെന്നപ്പം എൻ്റെ അടുത്ത് കൈ തന്നിട്ട് ഒരു വാക്ക് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമായി മോനെ, എൻ്റെ മോളെ നല്ലൊരു കുടിയനാ കൊടുത്തത്. ഹൃദയം പൊട്ടിയിട്ടായിരുന്നു ആ വാക്ക്. കാരണം ആ സമയമാകുമ്പോക്ക് എൻ്റെ ഭാര്യന്റെ സ്വർണ്ണം എല്ലാം പോയിരുന്നു. ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയോ? എന്നാ പിന്നെ എന്നെ ഒരു അടി അടിച്ചിട്ട് എന്നോട് ഇറങ്ങിപ്പോടാ പുറത്ത്, ഇനി മുതൽ എൻ്റെ മോളെയും പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അളിയൻ പറഞ്ഞെന്നാ പറഞ്ഞു, ചെറിയ അളിയൻ. അവരെ തിരിച്ച് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് വെച്ചാൽ നമുക്ക് ഇവിടുന്ന് ചോറ് കൊടുക്കാം, ഭാര്യക്കും 2 മക്കൾക്കും. അപ്പൊ എൻ്റെ ഭാര്യ പറഞ്ഞെന്ന് പറഞ്ഞു, വേണ്ട വേണ്ട, അദ്ദേഹം ശരിയാവുന്ന, അതാ പറഞ്ഞത്, കഷ്ടത്തില് ഈ കുടിക്കുന്നത് ചെയ്യുന്നല്ല ഞാൻ, പക്ഷെ കേൾക്കുന്ന പേരും ചീത്തയല്ല അവര്. അപ്പൊ അതിനെക്കാട്ടി ഒരു വേർഡ് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ആ ബീച്ചിൽ ഏറ്റവും കൂടുതൽ ഒരു കുടിക്കുന്ന ആള് എൻ്റെ അമ്മായിപ്പൻ്റെ ഫ്രണ്ടായിരുന്നു. അവനെ കാട്ടി കൂടുതൽ നീ കുടിക്കുന്ന ആരോ പറഞ്ഞു കേട്ട്, അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാനൊരു നല്ലൊരു കുടിയന്റെ കയ്യിലാണ് എൻ്റെ മോളെ കൊടുത്തത്. വീണ്ടും അദ്ദേഹം ഈ പ്രായശ്ചിത്തം ചെയ്തെന്ന് പറഞ്ഞ പോലെ എന്നെ പോലത്തെ ഒരു കുടിയന് കൊടുത്തതുകൊണ്ട് അദ്ദേഹം ചെയ്ത പ്രായശ്ചിത്തം, മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ വക്കീലിനെ വരുത്തിയിട്ട് ഒരു 5 സെന്റ് സ്ഥലം, അദ്ദേഹത്തിന്റെ സ്ഥലം എഴുതി കൊടുത്തിട്ട്, അന്നെല്ലാം ഞാൻ വന്ന് ആ സമയത്ത് അത്രയും അറിവോടെ. കാരണം മക്കൾക്ക്, സ്വന്തം മക്കൾക്ക്, എൻ്റെ മോക്ക് ഇപ്പം എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമ്പോൾ ഞാൻ സപ്പോർട്ടീവായി നിൽക്കൂലേ. അപ്പൊ അയാളെ മോളല്ലേ, ആ ഏറ്റവും ഇളയ മോളും, ആ മോക്ക് എന്തെല്ലാം സംഭവിക്കാൻ പോകുന്നുള്ള ഒരു ഇത് അച്ഛനെ അറിയാൻ പറ്റും. ആ അച്ഛൻ ഒരു 5 സെന്റ് സ്ഥലം എഴുതി കൊടുത്തിട്ട് ആ സ്ഥലം വിറ്റ് കിട്ടിയ ഒരു ഇതിലാണ് ഇന്നും എൻ്റെ മദ്യപാനം കാരണം എന്താ പറയാ ശിഥിലമായി പോയ ആ ഒരു കുടുംബം ഇന്നൊരു ഫ്ലാറ്റ് എടുത്തിട്ട് കോഴിക്കോട് എൻ്റെ റിട്ടയർ ലൈഫിന് ശേഷം നിൽക്കുന്ന. ഇത്രയും മോശമായ ജീവിതം ജീവിച്ച എൻ്റെ ഭാര്യ ചീത്ത പറയുന്നത് എന്താ തെറ്റുള്ളത്? എന്നാലും ഇന്നും എൻ്റെ ഭാര്യയായിട്ട് അടി കൂടുമ്പം ഇതിൻ്റെ ഇടയ്ക്കും ഞാൻ പറഞ്ഞിരുന്നു, നിന്നോടെല്ലാം കൂടുതലും ജീവിക്കുന്നതിനെക്കാട്ടി ബെസ്റ്റ് കുടിക്കുന്ന പറഞ്ഞു. കേൾക്കുന്നില്ലേ രാമേട്ടാ? ഓക്കെ, ഒരു ഇത് സിഗ്നലിന്റെ ഒരു എന്റെ നെറ്റ്വർക്കിന്റെ പ്രോബ്ലം ഉണ്ട്. ഓക്കെ, അപ്പോ ഓക്കെ 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 ഓക്കെ, താങ്ക് യു. അപ്പോ ഈ എന്റെ ഭാര്യ ഇടക്കിടക്ക് ചീത്ത പറയും. എന്റെ ചീത്ത പറയുന്ന പറഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങളാ ഒപ്പിച്ചു വെക്കുക. ഒരു സംഗതി മര്യാദക്ക് എന്തെങ്കിലും ഇപ്പൊ ഉള്ള മെയിൻ ഇത് മടിയാണ്. കുടി പോയി മടി. അവൾ എവിടെങ്കിലും വിളിക്കും, വാ ഇവിടെ പോവാ. മീറ്റിങ്ങിനോ അല്ലാതെ മീറ്റിങ്ങിനോ വിളിച്ചു കഴിഞ്ഞാൽ അന്നേരവും മടിയാണ്. ബാക്കിയുള്ള എന്തെങ്കിലും ഒരു സ്ഥലത്ത് അവളെ ഒരു ഡ്രസ് സ്റ്റിച്ച് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു മിഠായി തെരുവ്, വേറെ അധികം ഒന്നും പറയില്ല. നമ്മളെ മീറ്റിംഗ് കഴിഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഒരു ടൈമിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന്. മറ്റൊരു സംഭവം, മെനഞ്ഞാന്ന് ഞങ്ങളെ കുടുംബത്തിൽ തന്നെയുള്ള ഒരാള് മരിച്ചുപോയി, മാഹിയില. ഞാൻ ഈ രാവിലെ എല്ലാം വിപിനെല്ലാം അറിയാതെ പറഞ്ഞ് ഷെയർ ചെയ്ത്. ഈ മാഹി എന്ന് കേട്ടാല് റോക്ക് ബോട്ടാ. എന്റെ ഏറ്റവും വലിയ അടിതട്ടലെല്ലാം നടന്നത് മാഹിയിലാണ്. അടിതട്ടൽ എന്നൊന്നും അന്ന് അറിയില്ല. ഇത് ചെയ്യുന്ന എന്താന്നുള്ളത് അറിഞ്ഞ് ചെയ്തുകൊണ്ടാണല്ലേ അടിതട്ടലാണ്, ഇത് മേൽത്തട്ടാണ്, ഇത് ആരെല്ലാം ബാധിക്കുന്നതെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോ അവിടെ ഒരാള് മരിച്ചു. ആ മരിച്ച ആളെ ഭാര്യ എല്ലാം എൻ്റെ റിലേറ്റീവാ, അവളെ റിലേറ്റീവ് അല്ല. ഞാൻ കുടിച്ച് നടക്കുന്ന കാലത്ത് എൻ്റെ വീട്ടിൽ കഷ്ടപ്പെടുമ്പം മറ്റുള്ള കൂട്ടറെ കുത്തുവാക്കുകൾ കേൾക്കുമ്പം അവക്ക് കുറച്ച് ആശ്വാസമായിരുന്ന ഒരു പെൺകുട്ടിയാണ് ആ കുട്ടി. അവളെ ഭർത്താവാണ് മരിച്ചത്. മരിച്ചപ്പം എന്നോട് പറഞ്ഞ്, അതൊരു വാട്സപ്പ് മെസ്സേജ് ആയിട്ടാ വന്ന, അല്ലാണ്ട് അവര് വിളിച്ചു പറയോ മരിപ്പിന്റെ അറിയിപ്പൊന്നും പണ്ടത്തെ പല ആൾക്കാർ വന്ന് പറിച്ചത് അതെല്ലാം ഇല്ലല്ലോ. ഫോൺ ചെയ്യും, അല്ലെങ്കിൽ അറിഞ്ഞു പോവും. അപ്പൊ അറിഞ്ഞ ഉടനെ എൻ്റെ ഭാര്യ പറഞ്ഞു, ഈ സമയത്ത് ഒരു 6:45-7 മണിക്ക് വൈകുന്നേരം, അന്ന് നല്ല മഴയും പെയ്യുന്നുണ്ട്, ഞാൻ മീറ്റിങ്ങിന് പോകുന്നില്ല എന്ന് പറഞ്ഞിരിക്കുക. മഴ പെയ്താല് അല്ലെ കുറച്ച് ദൂരം ഉണ്ടെങ്കിൽ ഇന്ന് ആദ്യം ഒഴിവാക്കുന്നത് മീറ്റിംഗ് ആണ്. അതിന്റെ കാര്യത്തിലേക്ക് പിന്നെ വരാം. മീറ്റിങ്ങിന് പോകാൻ പറഞ്ഞാലാണ് അയ്യോ മഴ വരുന്ന, പെട്രോൾ ഇല്ല,
എല്ലാ കാര്യങ്ങളും. അപ്പം അന്ന് മരിച്ചറിഞ്ഞ ഉടനെ അവള് പറഞ്ഞു, വാ പോവാ, നമുക്ക് പെണ്ണ് പാവം, അവള് വിഷമിക്കും, നമുക്ക് പോയി ഒരു ആശ്വാസമാക്കാം. ഞാൻ പറഞ്ഞു, മരിച്ചില്ലേ, ഇനിയിപ്പോ മായിലൊക്കെ അങ്ങോട്ട് പോയിട്ട്. ഇത് ഏകദേശം ഒരു ത്രട്ടനിങ്ങാ. അതായത് ഞാൻ മാഹിയിലൊക്കെ പോയെന്ന്, അവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ ഇന്നും ചിലപ്പോ കുടിച്ചു പോയി കഴിഞ്ഞാൽ നീ ചോദിക്കരുതെന്ന് ആദ്യത്തെ ത്രട്ടനിങ്. അവള് ചിലപ്പോ എല്ലാം പറയും, പോയി കുടിച്ചുകൂടുന്നു, വലിയ ആള് വന്നിരിക്കുന്നു, കുടിക്കാതെ ആയിരിക്കും ലാഭം, നിങ്ങൾ കുടിക്കുന്നതും കുടിക്കാത്ത എല്ലാം ഒന്നാന്നുള്ള രീതിയിലാണ് ഇപ്പത്തെ സംസാരം. ഇപ്പൊ എന്ത് തന്നെ ആയാലും ആ സമയത്ത് കുറച്ച് മഴയും കൂടി പെയ്തപ്പോ എന്നോട് പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യും, നീ ഇതിന് പോകുന്നില്ലല്ലോ, മീറ്റിങ്ങിന് പോകുന്നു പറഞ്ഞ് ഉന്തി തള്ളി മീറ്റിങ്ങിന് അയച്ച്. മീറ്റിങ്ങിന് പോയി തിരിച്ചു വന്നപ്പോ ഫ്രഷ് ആയി. അന്ന് രാത്രി അവൾക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു. പക്ഷേ എന്തായാലും പോണ്ടായിരുന്നു, ഇപ്പൊ കൂടെ പോവാ. പിറ്റേന്ന് രാവിലെ ഒരു മോർണിംഗ് മീറ്റിങ്ങില് ഞാനാണ് ഹോസ്റ്റ് ഞായറാഴ്ച. അപ്പൊ കൂടെ പോയിട്ട് നിങ്ങൾ ആ ഹോസ്റ്റ് കഴിഞ്ഞിട്ട് പോവാ. കുറെ ഓപ്ഷൻ തന്നു. എന്നെ കൂടെ വയ്യ, മാഹിയാണ് സ്ഥലം, മറ്റേതാണ്. എനിക്ക് മാഹി എന്ന് പറയുമ്പോൾ തന്നെ ഒരു പേടിയുണ്ട്. അത് പറഞ്ഞ് ഞാൻ ഇങ്ങനെ അവോയ്ഡ് ചെയ്യും ചെയ്യും. അപ്പൊ അവർക്ക് ഈ കുടുംബ ബന്ധങ്ങളിൽ ഇങ്ങനെ ഒഴിവാക്കുന്നതൊന്നും തീരെ ഇഷ്ടമല്ല എനിക്ക്. ഞാനിതിപ്പം എന്താ പറയാ, ഈ ഏര് വന്നതിന് ശേഷം പിന്നെ ബാക്കിയുള്ള ആരും എനിക്ക് വേണ്ട. ഞാൻ ഞാൻ പാപം ചെയ്ത കൂട്ടരും ഞാൻ മാപ്പ് ചോദിക്കേണ്ടവരും എല്ലാം കുറെ ലിസ്റ്റായിട്ട് കിടക്കുന്നുണ്ട്. എന്റെ ചേച്ചിമാരുടെ മക്കള്, അവരൊന്നും എന്നോട് ഒരു പാവം ചെയ്തിട്ടില്ല. ഈ കുടിക്കുന്ന കാലത്ത് ഫുൾ പാപം ചെയ്തത് ഞാനാ. എന്നാ ഞാൻ അതെല്ലാം മറന്ന് ഞാനിന്ന് പുണ്യാളൻ. ഞാൻ അവരോടൊന്നും പോകേണ്ട ആവശ്യമില്ല. അവരെല്ലാം കുടിക്കുന്ന കാലത്ത് എനിക്ക് എന്താ ഹെൽപ്പ് ചെയ്തില്ല. കുടിക്കുന്ന കാലത്ത് എന്ത് ഹെൽപ്പ് ചെയ്യാന്, ആരെയും പറയുന്ന കേട്ടില്ലെന്ന്. അപ്പൊ അതാ പറയുന്ന ആ ഒരു വ്യക്തിബന്ധങ്ങൾ അല്ലെങ്കിൽ ഒരു കുടുംബ ബന്ധങ്ങളിലും അകൽച്ച ആകാൻ വേണ്ടി ഈ മദ്യം മാത്രമാണെന്നുള്ള വളരെ നല്ല ബോധ്യം എനിക്കുണ്ട്. അതേലുള്ള ഇന്നത്തെ സഞ്ചാരം. പക്ഷെ അത് ഇനി നികത്താനൊന്നും പറ്റുമെന്നില്ല. ആ ഗ്യാപ്പ് തന്നെയാണ്. അത് പക്ഷെ മറ്റുള്ളവരുടെ അടുത്ത് കാണിക്കാതിരിക്കാനാണ് ഇപ്പൊ എന്റെ ഭാര്യയെല്ലാം ഇങ്ങനത്തെ സന്ദർഭങ്ങൾ, ഒരു കല്യാണം മറ്റേന്ന് പോയില്ലെങ്കിൽ പോലും ഇങ്ങനത്തെ മരിപ്പ് ഇതെല്ലാം വരുമ്പം ഒരു അനുതാപം അല്ലെങ്കിൽ ഒരു ഇത് മക്കാര് അവിടെ പോയപ്പോ എല്ലാ റിലേറ്റീവ്സും പറയുകയും ചെയ്തു, ഇപ്പൊ തീരെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നില്ല, വളരെ മോശമാണ് ചെയ്യുന്നത്. എന്റെ അമ്മന്റെ തറവാടുണ്ട് അവിടെ. അവിടെ പുനഃപ്രതിഷ്ഠ ഇപ്പൊ ദേവീന്റെ കളിയാണ്. ഇന്ന് ഞങ്ങളെ ഫിസിക്കൽ മീറ്റിംഗിൽ ഒരാൾ ഷെയർ ചെയ്യുകയും ചെയ്തു, ടൈം ശരിയില്ല, മറ്റേത് ശരിയില്ല. ഇത് പണ്ടേ ആരോ പറഞ്ഞ പോലെ കല്യാണം കഴിഞ്ഞ പാടെ എന്റെ ഭാര്യനെ നോക്കിയിട്ട് അവിടെയുള്ള ഒരു ജ്യോത്സ്യക്കാരി പറഞ്ഞതാ, മോളെ ഇവന്റെ കൂടെ പോയാൽ നിന്റെ കാര്യം പോക്കാണ്. അതിന് അവർക്ക് ഈ മറ്റേ നക്ഷത്രവും കബഡിയൊന്നും നിർത്തേണ്ട ആവശ്യം എന്റെ മുഖം കണ്ടപ്പോ തന്നെ പറഞ്ഞതാ, ഇവന്റെ കൂടെ പോയാൽ. കാരണം അത്രത്തോളം അതപ്പതിച്ച രീതിയിലാണ് ഞാൻ നടക്കുക. വെത്തലപ്പാക്ക്, മറ്റേത് ആ റൗഡിസം, ഒരുമാതിരി റൗഡി കിരിക്കാടൻ ജോസാണ്, ബാലൻ കെ നാറാണ്, ഇങ്ങനത്തെ എല്ലാമാണ് എന്റെ ചിന്തയിലുള്ള ഈ എന്റെ കഥാപാത്രം. അല്ല അതിന് നല്ലൊരു കഥാപാത്രമൊന്നും പ്രേം നസീർ ആകാം അല്ലെങ്കിൽ നല്ലൊരു കമലാസനാകാം, അങ്ങനത്തെ ഒന്നും ചിന്തയൊന്നും. അതായത് വിരൂപമായ ഒരു രൂപത്തിന്റെ കൂടെ കുറച്ച് ചീത്തയും കൂടെ കൂട്ടിയിട്ട് അങ്ങനെയുള്ള ഒരു ജീവിതം ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു കൂട്ടുന്നത്. അപ്പൊ ഈ അടിതട്ടലിന് എന്റേതെല്ലാം ഞാൻ പറഞ്ഞതെല്ലാം വളരെ കുറവാ. അപ്പൊ ഇനി അമ്മായിയപ്പന്റെ ആ ഇത് കഴിഞ്ഞ് അവരെ റോക്ക് ബോട്ടം എല്ലാം അങ്ങനെ അവർ ഫിക്സ് ചെയ്ത് അവര് വന്നു. ഇനിയൊരു ഇമോഷണൽ റോക്ക് ബോട്ടം ഉണ്ട് ഈ കല്യാണത്തിന്റെ ഇടയിലും ഈ കുടീന്റെ ഇടയിലും. കല്യാണം കഴിഞ്ഞ പാട് ചടപടയെന്ന് കുടിയും നടക്കുന്നുണ്ട്, മറ്റേതും നടക്കുന്ന പോലെ രണ്ട് കുട്ടികളും അങ്ങോട്ട് പ്രസവിച്ചു. എന്റെ ഭാര്യയെല്ലാം പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. രണ്ട് പെൺകുട്ടികളായപ്പോ നെയ്വേലി എന്ന് പറഞ്ഞ അവിടെ ഒരു ഡോക്ടർ ചോദിച്ചിരുന്നു, എന്തുകൊണ്ട് ഒന്നുകൂടെ ട്രൈ ചെയ്തുകൂടെ, നിങ്ങൾക്ക് ഒരു ആൺകുട്ടി ഉണ്ടെങ്കിൽ നല്ലതല്ലേ. എന്റെ ഭാര്യ പച്ചക്ക് പറഞ്ഞ് എന്റെ ഒരു ഡോക്ടറെ മുഖത്ത് നോക്കിയിട്ട്, ഈ രണ്ടിനെ എങ്ങനെയാ വളർത്താന്ന് അറിയില്ല ഡോക്ടർ. അന്നേരാണ് എന്റെ ഭാര്യ എന്നെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് പറയുന്ന പോലെ പറയും. കാരണം ചെയ്തു വെക്കുന്ന അങ്ങനെ ആകുമ്പോ പിന്നെ പറയുന്നതിൽ അതിൽ വിഷമിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അത് കേട്ടപ്പോ ഡോക്ടർ ചിരിക്കുകയും ചെയ്തു. എന്നൊരു ഫാമിലി പ്ലാനിങ് ചെയ്ത്, ഈ ഫാമിലി പ്ലാനിങ് എല്ലാം ചെയ്താൽ ഞങ്ങൾക്ക് അന്നേരം 2 ഇൻക്രിമെന്റ് കയ്യിൽ പൈസയായിട്ട് തരും. അതെല്ലാം അവളെ അറുത്ത് മുറിച്ചിട്ട് അവള് കുടുംബത്തിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യാൻ ചെയ്ത കാര്യങ്ങളാ. അതിന്റെ ബെനിഫിറ്റ് കംപ്ലീറ്റ് കുടിച്ചു കളഞ്ഞ ആളാണ് ഞാൻ. ആ സമയത്ത് ആ സമയത്തെല്ലാം എന്റെ ഭാര്യനെ കൊണ്ട് പറയിച്ചു. അതായത് ഇമോഷണൽ റോക്ക് ബോട്ടത്തിന്റെ പറയാം. എന്റെ ഭാര്യ പിതാവിന്റെ ഇത് പറഞ്ഞല്ലോ. കാലിക്കറ്റെല്ലാം വന്നു കഴിഞ്ഞാൽ ഞാൻ ബാറെല്ലാം കുടിച്ചതിന് ശേഷം
കണ്ട കച്ചറ ടീമിന്റെ കൂടെ അല്ല. കച്ചറ ടീം എന്ന് പറഞ്ഞാൽ ഏറ്റവും കച്ചറ ഞാനാണ്. അതുകൊണ്ടാണ് അത് കച്ചറ ടീമാണ്. ആ കച്ചറ ടീമിന്റെ എല്ലാം കൂടെ കുടിച്ചിട്ട് 11:30 മണിക്കെല്ലാം അവരെ വീട്ടിലുള്ള ഒരു LML വെസ്പയിൽ ഫുൾ പെട്രോൾ അടിച്ച് അളിയൻ ഇങ്ങോട്ട് തരും. അതുകൊണ്ട് അപ്പൊ ഇത് റോഡിൽ വെച്ച് ചത്തുപോയോ എന്തോന്ന് അറിയാൻ വേണ്ടി അവൾ അച്ഛൻ ഉറങ്ങാതെ ഇരിക്കും. അവൾ അച്ഛൻ അവരുടെ വീട്ടിലൊരു നായിയുണ്ട്. അതിന്റെ ഗേറ്റ് തുറന്നു വിടും. അതായത് 9 മണി 10 മണിക്കകം നായിനെ അഴിച്ചു വിടും. അത് നായി വന്നു കഴിഞ്ഞാൽ കള്ളൻ ഉള്ളിൽ വരുമ്പം വിടൂലല്ലോ. അപ്പൊ എന്റെ മേത്തിങ്ങനെ അത് കയറി നിൽക്കും. എന്റെ അളിയനോ അല്ലെങ്കിൽ അവളെ അച്ഛനോ വന്നു അതിന്റെ പേര് വിളിച്ചോണ്ട് അത് ഓടിപ്പോയി ഇല്ലാക്കും. അത്ര അനുസരണ ഉണ്ട് അതിന്. ഈ കള്ളനുള്ളിൽ പോരുതെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ എന്റെ ഭാര്യ 2 മക്കളും ഉണ്ടാവുമ്പോ അവർ വെക്കേഷന് വന്ന സമയം, ഈ സമയങ്ങളിൽ മെയ് ജൂൺ, അച്ഛൻ ഉറങ്ങാതിരിക്കുമ്പോ അവക്ക് ഉറങ്ങാൻ പറ്റും. എന്നെ വെയിറ്റ് ചെയ്യുന്ന ഈ പുതിയാപ്പിള കുടിച്ച് ഇവിടെ അർമാദിച്ച് അവരെ പൈസയും കൊണ്ടുപോയിട്ട് ഫുൾ അർമാദ ടൗണിൽ അവരെ കളിയാക്കി ചിരിച്ചുകൊണ്ടാ കുടിക്കുന്നത്. എന്റെ അമ്മായിയപ്പന് അറിവില്ല, എന്റെ ഭാര്യ പൊട്ടത്തിയാണ്, ഞാനാണ് യഥാർത്ഥ പൊട്ടനാണെന്ന്, ഞാനാണ് മനുഷ്യനല്ലാതെ ഇങ്ങനത്തെ ചെയ്കൾ ചെയ്തെന്ന് ഇന്ന് എനിക്ക് വന്നതിന് ശേഷം മനസ്സിലാകുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു വ്യസനം തോന്നുന്നു. അന്ന് അതൊന്നും തോന്നിയിട്ടില്ല. അന്ന് കുടിച്ചു വന്നിട്ട് ഞാൻ എൻ്റെ നെയ്വേലിയിലുള്ള അടുത്തുനിന്ന് എൻ്റെ വൈഫിനോട് പലപ്പോഴും പറഞ്ഞ ഒരു വാക്കുണ്ട്. വൈഫ് കുടിച്ചു വന്ന് നല്ല ചേട്ടാ ഇതാ ബിരിയാണി എടുത്ത് വെച്ചിട്ട് കഴിക്കുമെന്ന് പറയും. അങ്ങനെയുള്ള രീതിയിലാവുമ്പോൾ ഞാൻ പറയും, അവള് കരയും. ഞാൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഞാനല്ലേ കുടിച്ചേ, നീ എന്തിനാ കരയുന്നേ, എനിക്ക് ഇഷ്ടമാകുന്നില്ലേ, ഓ നിന്റെ വീട്ടിലേക്ക് പോകും. അന്നേരമാണ് അവക്ക് ഈ ഇതുമാതിരിയാ വരാ. അതാ പറഞ്ഞ ഈ റോക്ക് ബോട്ടം, ഈ രോഗത്തിന്റെ വശങ്ങൾ, ഈ കുടുംബ രോഗം എന്ന് പറഞ്ഞ സ്റ്റീരിയ വന്ന പോലെ അവക്ക് പല സൗണ്ടിൽ കരഞ്ഞിട്ട് ഇങ്ങനെ സ്വന്തം നെഞ്ഞിലേക്ക് അടിച്ചിട്ട് കരയും. അല്ലെ മുടിയെല്ലാം ഇങ്ങനെ പിച്ച് ചീന്തിട്ട് ഒരുമാതിരി സൗണ്ടെല്ലാം ഉണ്ടാക്കും. എൻ്റെ മക്കൾ എഴുന്നേറ്റിട്ട് അവരും കരയും. ഇത് നിങ്ങളെ കരച്ചിൽ കേൾക്കാനോ അല്ലെ നിങ്ങളോട് സെന്റിമെന്റോ, അയ്യോ പാവം സുരേഷ് ചേട്ടൻ എന്ന് പറയാനുണ്ട്. ഇത് ഞാൻ ചെയ്ത കാര്യങ്ങൾ പച്ചയായി വന്നുകൊണ്ട് മാത്രം നിങ്ങളോട് ആ റോക്ക് ബോട്ടത്തിന്റെ വിവരിക്കുക. അന്നേരം കുറെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ശാരീരികമായിട്ട് അവള് തന്നെ തളർന്നിട്ട് കുട്ടികൾ വിഷമിക്കുന്നെന്ന് വിചാരിച്ചിട്ട് അവരെയും കെട്ടിപ്പിടിച്ചിട്ട് ഉറങ്ങും. ഞാൻ ആ ഇട്ട പാൻറ്റോടെ ആ നിലത്ത് കിടക്കും. ചിലപ്പോൾ ഛർദിക്കും, അല്ലെങ്കിൽ ഐസ് വാട്ടർ എടുത്ത് എൻ്റെ മേത്ത് തന്നെ ഞാൻ ഒഴിക്കും, താഴെ തറയിലെല്ലാം ഒഴിക്കും. എന്നിട്ട് അതിലിങ്ങനെ കിടന്ന് പെരളുന്നുണ്ടാവും. എൻ്റെ മൂത്തും മോക്ക് ഭയങ്കര സ്നേഹമാണ്. മക്കൾക്ക് എപ്പോഴും അച്ഛനോട് സ്നേഹം ഉണ്ടാവും. ഞാൻ ചെയ്യുന്ന കാര്യത്തിന് അച്ഛാന്ന് പോലും വിളിക്കാൻ അർഹനല്ലാത്ത ഞാൻ, അവള് പറയും, അമ്മ അച്ഛൻ എന്തെല്ലോ ആകുന്നുണ്ടമ്മ. എടി ചത്ത് പോട്ടെ, നീ കിടന്നുറങ്ങ്, രാവിലെ സ്കൂളിൽ പോകാനുള്ളതാ. ഞാനത് പകുതി ബോധത്തിൽ കേൾക്കുന്നുണ്ടോ കേൾക്കാത്ത പോലെ കിടക്കും. ചത്തുപോട്ടെ, ചത്തുപോട്ടെ. ഞാനും ദൈവത്തിനോട് ആ സമയത്ത് മനസ്സുരുകി പിടിച്ചു വന്നിട്ട് ഈ വിക്രികൾ ചെയ്യുമ്പോൾ ഞാനും ദൈവത്തിനോട് വളരെ ഡീപ്പായിട്ട്, ഒന്നിക്കെ എന്നെ കൊല്ലും, അല്ലെങ്കിൽ ഈ മദ്യത്തിൽ നിന്ന് എന്നെ രക്ഷിക്കും. പല പ്രാവശ്യം കൈയെല്ലാം ഇങ്ങനെ തൂക്കി, നിങ്ങളെല്ലാം ചെയ്തിനോന്നറിയില്ല, ഇങ്ങനെ യോഗാസനം ചെയ്യുന്ന പോലെ ഇട്ട പാൻറ്റോടെയാ കിടക്കുന്നത്. കാരണം രാവിലെ തന്നെ അയാൾക്ക് വീണ്ടും പോകാനുള്ളത്. അപ്പൊ 11:30 ദൈവത്തിനോട് പ്രാർത്ഥിക്കുക, ഒന്നിക്ക എന്നെ കൊന്നുകള, എനിക്ക് ശക്തിയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്നെ ഈ മദ്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ എന്നെ സഹായിക്കും. കുറച്ച് കഴിഞ്ഞാൽ ഉറങ്ങി. ദൈവം ഉറക്കി, ഞാൻ ഉറങ്ങി. ഇത്രയും പ്രശ്നങ്ങൾ നടന്നിരിക്കുന്നു. ചത്തുപോന്ന് ഭാര്യ പറയുന്നു, മകള് കരയുന്നു, രാവിലെ സ്കൂളിൽ പോകാനുള്ളതാണ്. ഞാൻ കുറെ ദിവസം ഓഫീസ് പോവാത്തതിന്റെ ഇതെല്ലാം അവിടുന്ന് വന്ന ആൾക്കാർ എൻ്റെ ഭാര്യനോടാ പറഞ്ഞു, നിങ്ങൾ ശരിയില്ലാതെയാണ് അവൻ മദ്യപിക്കാൻ പോകുന്നത്. നിങ്ങൾ കറക്റ്റായിട്ടാണെങ്കിൽ പിടിച്ചു വെച്ചിട്ട് അവന് 2 പൊട്ടിച്ചു കൊടുത്തിട്ട് ചീത്ത പറഞ്ഞു. ഇതെല്ലാം അവള് ശ്രമിക്കുന്നുണ്ട്, ഊട്ടിയിടുന്നുണ്ട്, പല വിധത്തിലും ത്രട്ടൺ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇനി കുടിച്ചു വന്നാൽ
ഒരു ഏറ്റവും വലിയൊരു ഇമോഷൻ ബ്ലാക്ക് മെയിൽ എന്ന് പറയാ. അതായത് നമ്മളെ റോക്ക് ബോട്ടം ഒരു ദിവസം എന്നോട് പറഞ്ഞ്, ഇന്ന് നിങ്ങൾ മദ്യപിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഞാനും എൻ്റെ മക്കളും മരിച്ചു കളയും, ഇതിൽ യാതൊരു സംശയമില്ല. നിങ്ങൾ വിചാരിക്കണ്ട എങ്ങനെ മരിക്കും എന്താന്ന്. എന്നോട് പറഞ്ഞതാ പച്ചക്ക്. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒന്നും മനസ്സിലാകുന്നില്ല. മരിച്ചു കളയുന്നാണ് ഭാര്യയും മക്കളും പറയുന്നത്. മക്കള് പറയുന്നില്ല, ഭാര്യ പറയുന്നു. എന്നാൽ ഇതൊന്നും ചാവൂല എന്നുള്ള ഒരു കോൺഫിഡൻസ് എൻ്റെ മനസ്സിലെപ്പോ ഉണ്ട്. അങ്ങനെ ഒരു 100 രൂപ അവളടുത്ത് തന്നെ, ഈ ഒരു 100 രൂപ പെട്രോൾ അടിക്കണം. അവൾ 100 രൂപ തന്നു. അവക്കൊരിത്, ഒരു എത്ര മോശം മനുഷ്യനാണെങ്കിൽ ആ മൃഗമായാലും അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ഈറക്കണി ഉണ്ടാവില്ലേ? അതുകൊണ്ട് തന്നെ അവൾ വിശ്വസിച്ച് 100 രൂപ തന്നയച്ചു. ഫുൾ മദ്യപിച്ചിട്ടാവും. എനിക്ക് 100 രൂപ കിട്ടിയാൽ മതി, സ്റ്റാർട്ടിങ്ങേ പ്രശ്നമുള്ളൂ, ബാക്കി ഞാൻ നോക്കിക്കോളൂ. കാരണം പിന്നെ ആൾക്കാർ വരും, പിന്നെ PF ഉണ്ട്, എനിക്ക് LIC ഉണ്ട്, നാളെ ലോൺ ഉണ്ട്, പല കളവും പറഞ്ഞ് എവിടുന്നാ പൈസ വരുന്നതെന്ന്. നിന്റെ ബാലൻസ് പലപ്പോഴും ചോദിച്ചിട്ട് എല്ലാ മനുഷ്യ പോകുമ്പോ പൈസ ഇല്ല പൈസ ഇല്ല. ഈ ഇത്രയും കുടിച്ചിട്ട് വന്നിരിക്കുന്ന എന്റെ വണ്ടിക്ക് ഒരു ഇതുണ്ട്, 1/2 ലിറ്റർ പെട്രോൾ ഉണ്ടാവുള്ളൂ പോവാനും വരാനും. അന്നേരം എങ്ങനെങ്കിലും വീട്ടിലെത്തി. അങ്ങനെ അന്നും ഞാൻ മദ്യപിച്ചാണ് വന്നത്. ഇത് ഏറ്റവും റോക്ക് ബോട്ടത്തിന്റെ ഏറ്റവും ഡീപ്പസ്റ്റ് ഇതാ. വരുമ്പം വീടൊന്നും എന്താ പറയാ, അവള് ഉള്ളിന്ന് പൂട്ടിയാലും അത് തുറക്കണ്ട, ഇങ്ങനെ മറ്റേ ലോക്ക, അത് വലിച്ചു തുറക്കാനും തള്ളാനും എല്ലാം എനിക്കറിയാം. കയറി കിടന്നപ്പോ അവരെ ഡീപ്പ് സ്ലീപ്പാ, 2 മക്കളും ഭാര്യയും. ഞാൻ ചെയ്ത കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്നും ഇനി മുതൽ ചിലപ്പോൾ പറയാനേ വിളിക്കൂല. ഉറങ്ങുന്ന ഭാര്യനെ എണീപ്പിച്ചിട്ട് ഞാൻ ചോദിച്ചതാ, ഞാൻ ഇന്ന് മദ്യപിച്ചാ വന്നത്, നീ മരിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. ഒരു മനുഷ്യനാണ് ഞാൻ. എന്റെ തൊണ്ടയിടുന്നത് എന്താ പറയാ, ഒരു പെണ്ണായ ഒരു അന്യ സംസ്ഥാനത്തേക്ക് കല്യാണം കഴിച്ചുകൊണ്ട് 2 പെൺകുട്ടികൾ അമ്മയായി നിൽക്കുന്ന ഒരു സ്ത്രീയോട് മദ്യപിച്ചു വന്നതിന് ശേഷം ഇന്ന് ഞാൻ മദ്യപിച്ചാ വന്നത്, നീ മരിക്കുന്നല്ലേ എന്ന് ചോദിച്ചാൽ അവൾ എന്ത് ഉത്തരം പറയാ? കരഞ്ഞ് അങ്ങനെ അവളും കിടന്ന് ഞാനും കിടന്ന് ഉറങ്ങിപ്പോയി. ഈ ചില സമയങ്ങളിൽ ആ സമയത്ത് ഇതിപ്പോ നിങ്ങളോട് ഈ സെക്സ് ആവശ്യപ്പെട്ടു, എത്ര മോശമായ ഒരു രീതിയാണ്. എന്റെ സ്മെല്ല് എനിക്കേ ഇഷ്ടപ്പെടാത്ത ഒരു സമയത്ത് അവളോട് സെക്സ് ആവശ്യം. എന്നാലും പണ്ടാര ഉണ്ണിയേട്ടാ, ഇനി രാവിലെ ഉണ്ണിയേട്ടാന്ന് പറഞ്ഞു, സുരേഷ് എന്ന പേരെങ്കിലും ഉണ്ണീന്ന എന്നെ പെറ്റ് വിളിക്കുക, അതുകൊണ്ട് ഉണ്ണിയേട്ടാ എന്നാ വിളിക്കുക. ഒരു മനുഷ്യജന്മം, ഒരു എന്താ പറയാ, ഒരു പിച്ചക്കാരിക്ക് കൊടുക്കുന്ന ഒരു അംഗീകാരം പോലും എൻ്റെ ഭാര്യക്കൊന്നും ഞാൻ കൊടുത്തു. എന്നിട്ടും അവൾ അതെല്ലാം ത്യജിച്ച് ത്യാഗം ചെയ്തിട്ട് തന്നെ എൻ്റെ കൂടെ ജീവിച്ചത്. നിങ്ങളെ സെന്റിമെന്റൽ പിടിച്ചു വിട്ടൊന്നല്ല, നിങ്ങളെല്ലാം ഇതെല്ലാം ചെയ്യാതിരിക്കട്ടെ, അല്ലെങ്കിൽ വീണ്ടും ഒരു അടിതട്ടൽ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിരിക്കും ഇല്ലാതിരിക്കട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. അത് തന്നെയാണ് ഈ പ്രോഗ്രാമെല്ലാം കൂടെ കിട്ടിയിട്ട് എനിക്കെല്ലാം ഇന്നത്തെ DR, അത് അൺകണ്ടീഷണൽ ലവ് അല്ലെങ്കിൽ ഈ ഷെയറിങ്, ഇത് ചെയ്തുകൊണ്ടെങ്കിലും ആരെങ്കിലും ഈ മദ്യത്തിൽ നിന്ന് ഇനിയെങ്കിലും ചെയ്യാതിരിക്കാനുള്ള ഒരു ഇത് വരട്ടെ. അപ്പൊ ഈ പറഞ്ഞ പോലെ രാവിലെ എണീച്ച ഉടനെ 8 മണിക്കാ ബാർ തുറക്കുക. ഈ സംഗതിയെല്ലാം കഴിഞ്ഞ് കിടക്കുന്ന ഞാൻ അവൾ എഴുന്നേക്കുന്നതിനെ കാട്ടി മുമ്പേ പൈസ ഉണ്ടെങ്കിൽ ഡ്രസ്സ് ചെയ്തിട്ട്, ഡ്രസ് ചെയ്യലില്ല, ആ ഇട്ട പാൻറ്റും ഏതെങ്കിലും അവിടെ തൂങ്ങുന്ന ഒരു ഷർട്ട് എടുത്തിട്ട് ഇട്ടിട്ട് ഈ വണ്ടി ഇറക്കല ഏറ്റവും വലിയ ഇത്. ഞങ്ങളെ റാമ്പ് കൂടെ, ക്വാർട്ടേഴ്സ് ആയിട്ട് റാമ്പ് കൂടെ കയറ്റിയിട്ട് ഈ മേലെ കയറ്റണം വണ്ടി. അത് താഴോട്ടേക്ക് ഇറക്കല് പുറത്ത് നിർത്തിയാൽ മതിയായിരുന്നു വണ്ടി പലപ്പോഴും. കാരണം വീണ്ടും രാവിലെ തന്നെ അയാൾക്ക് വൈൻ ഷോപ്പിലാ പണി. 8 മണിക്കാ വൈൻ ഷോപ്പ്, പ്രൈവറ്റ് വൈൻ ഷോപ്പാ. ഞാൻ പറഞ്ഞ കുറെ കാലം മുമ്പേ. തമിഴ്നാട്ടിൽ ഇപ്പം വന്നിട്ട് നമ്മളെ വിജയിച്ച ഉടനെ, ഇത് രാഷ്ട്രീയം പറയല്ല, ഒരു 717 ബാറുകൾ പൂട്ടി. ഇന്ന് കിട്ടിയ ഒരു ഫ്രഷ് ന്യൂസാ. ഞാൻ തമിഴ് ഓൺലൈൻ മീറ്റിങ്ങിലും ചിലപ്പം തിരുപ്പൂർ എന്ന് പറയുന്ന സ്ഥലം ഈ വീവിങ്ങും പല ചെറിയ ചെറിയ ഇൻഡസ്ട്രി ഏരിയ ഇതെല്ലാം നടത്തുന്നു. ഞാൻ പോയിട്ടുണ്ട് അവിടെ.
പോയിട്ടുണ്ട്. ദൈവം അനുഗ്രഹിച്ചിട്ട് അവിടെയുള്ള മീറ്റിംഗ്സ് തുറക്കാനും ചില പ്രോഗ്രാമെല്ലാം ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ദൈവം തന്നിരുന്നു. എല്ലാ ഏക്ക് നന്ദി. അത് ഏർപ്പെടുത്തി കൊടുത്ത അതുകൊണ്ടല്ല ഞാനെല്ലാം ജീവിച്ചിരിക്കുന്നത്. അങ്ങനത്തെ ചില പുണ്യപ്രവൃത്തിയെല്ലാം ചെയ്യാൻ ഞാനും ഒരു ഭാഗമാണ്. ഇന്നത്തെ ലേറ്റസ്റ്റ് ന്യൂസ് പൂട്ടി, 34 ബാറുകൾ പൂട്ടി. അതിന്റെ റിസൾട്ട് എന്താണെന്നറിയോ? 1000 പേര് കുടി നിർത്തി എന്നല്ല, മറ്റുള്ള ബാറുകളിൽ തിരക്ക് കൂടി. അതുകൊണ്ട് തന്നെ ഞാനിതൊരു ഇൻഫർമേഷൻ ആയിട്ട് നിങ്ങൾക്ക് പാസ് ചെയ്യാം. എനിക്ക് ഏല് കിട്ടിയ പല ലോക രാജ്യങ്ങൾ, കാരണം മദ്യം ഉണ്ടാക്കുന്നുണ്ട്, വെക്കുന്നുണ്ട്, ആൾക്കാർ വിഷം വെക്കുന്നുണ്ട് പലയിടത്തും. എന്നാ പിന്നെ എന്നെ പോലത്തെ ആൾക്കാർ വിഷം വാങ്ങി കുടിച്ചൂടെ? ഞാനെല്ലാം ജീവിച്ചതിനെക്കാട്ടി വിഷം കുടിച്ച് മരിക്കുന്നതായിരുന്നു നല്ലത്. ഇന്നും ചിന്തിക്കുന്നുണ്ട്. അത്രത്തോളം അതപ്പതിച്ച ജീവിതത്തിന്റെ ഉടമയായിരുന്നു. പക്ഷെ എന്നെ ഇന്ന് മനുഷ്യനായിട്ട് ഒരു കുടുംബത്തിൽ എനിക്കും കഞ്ഞി കാച്ചി വെച്ചിട്ട് എന്നെ കാത്തു നിൽക്കുന്ന ഒരു ഭാര്യ, എന്നെ അച്ഛാന്ന് വിളിക്കാൻ വേണ്ടി എന്നെ അച്ചച്ച എന്ന്, അച്ചച്ച ബാഡ് എന്നാ പറയുന്നത് എൻ്റെ പേരക്കുട്ടി. അത് കാണാനുള്ള ഭാഗ്യം കിട്ടി. അൺറിസർവ്ഡ് കമ്പാർട്ടിൽ മാത്രം ബാത്റൂമിന്റെ അടുത്ത് പേപ്പർ വിരിച്ച് എൻ്റെ മക്കളെ കൊണ്ടുപോയി യാത്ര ചെയ്യിച്ച് ഞാൻ ഫ്ലൈറ്റിൽ പോയി അമേരിക്ക വരെ പോയി അവിടെയുള്ള സ്ഥലങ്ങളും മീറ്റിങ്ങെല്ലാം കണ്ട് തിരിച്ചു വരാനുള്ള ഭാഗ്യം ഉണ്ടാക്കി തന്ന എല്ലാത്തിനും ഈ കൂട്ടായ്മയോട് നന്ദി പറയണം. ഇതെല്ലാം എൻ്റെ ഇമോഷൻസ് തന്നെയാണ്. എൻ്റെ മക്കളെല്ലാം അത്രത്തോളം ദ്രോഹിച്ചിട്ട് എങ്കിലും ഞാൻ അതാ പറഞ്ഞ 2 അടി അടിച്ചിട്ട് ഒരു ഐസ്ക്രീം വാങ്ങിക്കൊടുത്താൽ ശരിയായ ആ രീതിയായിരുന്നു എൻ്റെ. ഞാനല്ല ഇവരെ പഠിപ്പിച്ച, ഞാനല്ല ഇവർക്ക് ഇത് ചെയ്തത്. എന്റെ ഭാര്യ പലപ്പോഴും പറഞ്ഞു, നിങ്ങളെ ഒരു ദൈവം ഞങ്ങൾക്ക് തേവയില്ല, ആവശ്യം തേവയില്ല എന്നുള്ള തമിഴ് വരുന്ന ഇമോഷൻ ആകുമ്പോൾ ഞങ്ങൾ ജീവിച്ചോളുമായിരുന്നു. എൻ്റെ അച്ഛൻ പൊന്നുണ്ടെങ്കിൽ അയാളെ മദ്യപിച്ചിരുന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ. അദ്ദേഹത്തിന് 4 കുട്ടികളായിരുന്നു. ആദ്യത്തെ പെണ്ണിന് അയാളെ ഒരു പ്രത്യേക ഒരു രീതിയായിരുന്നു എൻ്റെ അമ്മായിപ്പന്. ആദ്യത്തെ പെണ്ണിനെ വേഗം തന്നെ ചെറുപ്പത്തിൽ തന്നെ ഒരാൾക്ക് കല്യാണം കഴിച്ചു കൊടുത്ത് അവർക്ക് വീടും സ്ഥലമെല്ലാം നല്ല സെറ്റിൽഡാണ്. അദ്ദേഹം മരിച്ചുപോയി. 2ാമത്തെ ആൾക്ക് വേഗം കല്യാണം കഴിച്ച അദ്ദേഹത്തിന് വേറൊരു വീട് സ്ഥലം എടുത്തിട്ട് അദ്ദേഹം ഉണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചുപോയി. 3ാമത്തെ ബ്രദർ ക്യാൻസർ വന്നിട്ട് മരിച്ചുപോയി. 4ാമത്തെ ആളാണ് എൻ്റെ ഭാര്യ. ആ മോക്ക് വളരെ പ്രിയപ്പെട്ട മോള്. അവരെ ഒറ്റൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് എനിക്ക് കല്യാണം കഴിച്ചത്. ഒരു ഗവൺമെന്റ് എംപ്ലോയിക്ക് മാത്രമേ കല്യാണം കഴിച്ചു കൊടുക്കുകയുള്ളൂ. അതിലും അദ്ദേഹം പറഞ്ഞു, സ്പോർട്സ്മാൻമാർ ഭയങ്കര ബുദ്ധിശാലികളാണ്. കറക്റ്റാ, ഭയങ്കര ബുദ്ധിശാലികളും കളവ് പറയാൻ എക്സ്പേർട്ടും ആയിട്ടാണ്. ഞാൻ ഗവൺമെന്റ് എംപ്ലോയി എല്ലാം തന്നെയാണ്, പക്ഷെ 10 പൈസക്ക് പ്രയോജനമില്ലാത്ത ഗവൺമെന്റ് എംപ്ലോയി ആയിപ്പോയി. എന്തുകൊണ്ട്? ഈ മദ്യപാനാസക്ത രോഗം അല്ലെങ്കിൽ ഈ മദ്യത്തിന് ആ ഒരു ശത്രു അല്ലെങ്കിൽ രാജാവ് അതിന്റെ അടിമയായി പോയോണ്ട്. ഇന്ന് അതെല്ലാം അംഗീകരിക്കാനും അറിയാനും എല്ലാം വന്നുകൊണ്ട് സമ്മതിക്കാനും പറ്റുന്നതല്ലാതെ ആ പോയ കാലങ്ങളും ആ സമയത്ത് അവൾ അനുഭവിച്ചതിനും എന്ത് പരിഹാരം ചെയ്യാനാ ഞാൻ? അതിനൊരു പരിഹാരമുണ്ട്. ആ വയസ്സ് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അനുഭവിച്ച വേദനകൾക്ക് അവർക്ക് ആശ്വാസം ഇപ്പം കൊടുത്താൽ എന്നാ ഇപ്പോ സ്വൈര്യം കൊടുക്കുന്നില്ല. അപ്പൊ അതാണ് ഞാനെല്ലാം പറയാൻ വരുന്നത്. കാരണം ഈ അടിത്തട്ടലും ഇതിന്റെ എല്ലാ ഫലങ്ങളും അനുഭവിച്ചതിന് ശേഷം, ആയിരുന്നല്ലോ മൈക്കാണെന്ന് തോന്നുന്നു, ഇതെല്ലാം അനുഭവിച്ചതിന് ശേഷം ഞാനൊന്നും സതീഷ്, ഓക്കെ, താങ്ക് യു. ഇതൊന്നും ഇത്രയും ചെയ്തിട്ട് കുടുംബത്തിനെ ഇത്ര ഇതാക്കിയിട്ട് എൻ്റെ ഈഗോ ഇന്നും ഞാൻ വലിയ ആളാണ്, ഞാനാരാ മോൻ ഷെയർ ചെയ്യാം, ഞാനാരാ മോൻ. വരുമ്പോ എൻ്റെ ഭാര്യക്കുണ്ടായ അവസാനം 2 കീറിയ നൈറ്റിയും, മക്കള് 11ാം ക്ലാസ്, ഒരുത്തി 6ാം ക്ലാസ്. പിന്നെ അവളെ കംപ്ലീറ്റ് ഈ മനുഷ്യൻ ശരിയായില്ല എത്തിപ്പെട്ട് വന്നാൽ ശരിയാവുന്നുള്ള ഒരു ബോധം എന്നെ കാട്ടി അവക്കായിരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ട്രീറ്റ്മെന്റ് സെന്റർ എന്ന് പറഞ്ഞ ഒരു വാക്ക് പലപ്പോഴും അവൾ റിപ്പീറ്റ് ചെയ്യാൻ, ഏത് പൊട്ടനെ കൊണ്ട്, നിങ്ങൾക്കല്ല എന്നെ മാത്രം ഉദ്ദേശിച്ച് പറഞ്ഞാണ്, ഏത് പൊട്ടനെ കൊണ്ടും കുടി നിർത്താൻ പറ്റും. പക്ഷെ നിർത്തിയ കുടി
നിലനിർത്തി പോണെങ്കിൽ എന്നുള്ള മീറ്റിംഗ് ഉണ്ട്. അവക്കന്നേരം ഇത് എന്താ നടക്കാൻ പോകുന്ന, എന്താ ഷെയർ ചെയ്യാൻ പോകുന്ന, എന്താ അവിടെ ഇന്നും അവർക്ക് ശരിക്കും അറിയില്ല. അവർ അലൈൻമെന്റിൽ പോകുന്നുണ്ട്. 18 കൊല്ലം കഴിഞ്ഞ് 19ാമത്തെ കൊല്ലത്തിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ട് അനോണിമിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് എന്റെ കാര്യങ്ങളിൽ ഇടപെടാതെ. എന്നാലും പണ്ടാരടക്കം ഭർത്താവല്ലേ, ഇടപെടാതിരിക്കാൻ പറ്റുമോ? ഈ ചെയ്തു വെക്കുന്ന കാര്യങ്ങൾ 500 റുപ്യേന്റെ നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ 2 മിനിറ്റ് കൊണ്ട് ജീ പൂമ്പാന്നും പറഞ്ഞിട്ട് 4 ചായ 2 പെട്രോൾ 2 ലിറ്റർ പെട്രോളെങ്കിലും അതിൽ കിടക്കും. അത് ആവശ്യമാണ് മീറ്റിങ്ങിനാണ്. വെറുതെ ചെലവാക്കും. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇതില്ല. എന്തുകൊണ്ടാണെന്നറിയോ? എനിക്ക് പൈസന്റെ വില അറിയില്ല. ഞാൻ ഉണ്ടാക്കിയിട്ടല്ല, ഞാൻ ഈ കുടിച്ചതും ഇതാക്കിയതല്ല. പലയിടത്തും കടം വാങ്ങി പറ്റിച്ചിട്ട് അമ്മായിയപ്പന് തിരിച്ചു കൊടുക്കാതെ അവളെ സ്വർണം വിറ്റിട്ട് അർമാദിച്ച് കുടിച്ചു 32 കൊല്ലം. അതിന്റെ ഒരു തിരിച്ചറിവ്, അല്ലെങ്കിൽ അതിനു വേണ്ടി എന്തെങ്കിലും ഒരു പരിഹാരം ഇപ്പോഴും എനിക്ക് സ്റ്റൈലായിട്ട് നടക്കും. 1ാമത്തെ കൊല്ലം ഈ റോക്ക് ബോട്ടെല്ലാം പറഞ്ഞുകൊണ്ട് അതിന്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഇത് പറയുന്നുള്ളൂ. 1ാമത്തെ കൊല്ലം ടോക്കൺ വാങ്ങുമ്പോൾ ഞങ്ങൾ 2 പേര്, അതിൽ ഒരാളിപ്പം മരിച്ചുപോയി. നെയ്വേലിലുള്ള ഒരു സുഹൃത്ത് തന്നെയാണ്. തമിഴ്നാട്ടിലായതുകൊണ്ട് തന്നെ നമ്മളെ നാട്ടിലിപ്പം നടക്കുന്നുണ്ട് അതല്ല. ഈ ടോക്കൺ വാങ്ങാന്ന് പറഞ്ഞ ഭയങ്കര ഗ്രാൻഡായിട്ട്, അത് കാര്യം അതൊരു ഉത്സവം തന്നെയാണ് ആ കുടുംബത്തിന്. അതുകൊണ്ട് തന്നെ അവർക്ക് ചെന്നൈയിലും എല്ലാം കുടുംബമുണ്ട്, ആൾക്കാരെല്ലാം വന്ന്. അത് മാത്രമല്ല ആ സീനിയേഴ്സ് എല്ലാം ആ മറ്റേയാളുമായിട്ട് അറ്റാച്ച്ഡ് കൂടുതലായിരുന്നു. അതുകൊണ്ട് കുറെ ആൾക്കാർ ചെന്നൈയിൽ നിന്ന് പോണ്ടിച്ചേരിയിൽ നിന്നെല്ലാം വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഹോട്ടലിൽ അറേഞ്ച് ചെയ്തിട്ട് ഒരു 100-150 പേർക്ക് ഇല ഇട്ടിട്ടുള്ള ചോറ്, മറ്റേ തലവാഴ ഇട്ടിട്ട് ഈ വിരുന്ന് പോലത്തെ അങ്ങനത്തെ ചോറും ഇതെല്ലായിരുന്നു. എന്റെ പങ്കളിപ്പ് കുറവായിരുന്നു, കാരണം ഞാനും ഭാര്യ 2 മക്കളും മാത്രം. എന്റെ ഫ്രണ്ട്സ് വരെ വന്നിട്ടില്ല, ആരും വന്നിട്ടില്ല. കാരണം ഞാൻ ഇപ്പൊ 18 കൊല്ലം കഴിഞ്ഞിട്ട് കുടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പോലും ഇന്നും ഞാൻ അതൊന്നും വിശ്വസിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. നീ കുടിക്കാതിരിക്കാനൊന്നും നിന്നെ കൊണ്ട് ജീവിക്കാനേ പറ്റൂല എന്ന് വിശ്വസിക്കുന്ന സുഹൃത്തുക്കളാണ് എന്റെ സുഹൃത്തുക്കൾ അധികവും. അവരെ വിശ്വസിപ്പിക്കേണ്ട കാര്യം എനിക്ക്. അപ്പം ഞാൻ പറയാൻ വന്നത്, ഞാൻ ഈ 1ാമത്തെ കൊല്ലം ടോക്കൺ വന്നിട്ട് അടിതട്ടൽ കഴിഞ്ഞ് പിന്നെ ആത്മീയതയിലൊക്കെ ആയി. ഒന്നും പറയേണ്ട, ദൈവവും ഞാനും ഭയങ്കര, ദൈവം എന്റെ മടിയിലാണ് ഇരിക്കുന്നത്. ഞാനും അദ്ദേഹവും ഭയങ്കര കൂട്ടുകാരനായി. ഞാൻ പറഞ്ഞ അദ്ദേഹം എന്ത് ചെയ്യും. എന്റെ മോള് മെനഞ്ഞാന്ന് അമേരിക്കയിലുള്ളവള് പറഞ്ഞു, എന്റെ മോക്ക് ഞാൻ എന്ത് വേണമെങ്കിൽ ചെയ്യുന്നു. പണ്ട് അത് +2 കഴിഞ്ഞപ്പം ഏത് കോളേജിലാണ് ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജിൽ ചേരാൻ വേണ്ടി അവള്, ഞാൻ പറഞ്ഞൊരു വാക്കാ, അതാ പറഞ്ഞ ആൽക്കഹോളിക് ഭയങ്കര കോൺഫിഡന്റും ആയിരിക്കും, ഭയങ്കര ആത്മാഭിമാനം, ഭയങ്കര എന്നെ കൊണ്ട് എല്ലാം സാധിക്കും, ഭയങ്കര ആത്മവിശ്വാസമല്ലായിരിക്കും. പക്ഷെ ഇവിടെ ഒന്നും ഉണ്ടാവില്ല, അതാ പ്രശ്നം. ഏത് കോളേജ് തമിഴ്നാട്ടിൽ അവൾ തൊട്ട് കാണിച്ചു കഴിഞ്ഞാലും ഞാൻ അവർക്ക് സീറ്റ് വാങ്ങിക്കൊടുക്കുന്നതാണ്. അതായത് ഞാൻ പറയും, കലഞ്ഞര പേരെന്ന ഈ മറ്റേ സ്റ്റാലിനെ പോലെയല്ല, അങ്ങനത്തെ ചിന്തയാ, ഭയങ്കര ആളാന്നാ. അപ്പൊ കുടിക്കുന്നില്ല, മീറ്റിങ്ങിന് പോകുന്നുണ്ട്. റിസൾട്ട് വന്ന് +2 നല്ല മാർക്കായിരുന്നു എൻ്റെ മോക്ക്. അതുകൊണ്ട് തന്നെ അവർക്ക് കൗൺസിലിങ്ങിൽ പെട്ടെന്ന് നല്ല കോളേജ് കിട്ടും. പക്ഷെ എങ്കിലും ബേസിക്കലായിട്ടുള്ള ആ സെമസ്റ്റർ ഫീയും ഹോസ്റ്റൽ ഫീ എല്ലാം കെട്ടണം, ഒരു 10-30,000. അപ്പൊ അവൻ 30 ലക്ഷം ഉറുപ്പ്യ മക്കൾക്ക് കെട്ടിയിട്ട് ആ നെയ്വേലി എന്ന് പറഞ്ഞതിന് മെഡിക്കലിനും മറ്റേനുള്ള സീറ്റ് വാങ്ങിയിട്ട് പഠിപ്പിക്കുന്നത്. അതിന്റെ ഒന്നും ഇതില്ല. എങ്കിലും എന്റെ മോക്ക് 30,000 കെട്ടേണ്ടത് ഒരു അച്ഛൻ എന്നുള്ള സ്ഥിതിക്ക്, ഒരു ഗവൺമെന്റ് എംപ്ലോയി, എന്റെ ധാർമ്മിക കടമയല്ലേ അത്. അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. എന്റെ ഭാര്യനോട് ഇതെല്ലാം പിന്നെയും ഒരു റോക്ക് ബോട്ടാ, കുടിക്കുന്നില്ല. റോക്ക് ബോട്ടം കുടിക്കാനായിട്ട് റോക്ക് ബോട്ടം വരും. അതുകൊണ്ട് തന്നെ പറയാം, ഈ കുറെ കുടിച്ചാൽ മാത്രം സ്ലിപ്പ് റിലാപ്സ് ഒന്നല്ല. എന്നെ പോലത്തെ ആൾക്കാർക്ക് കുടിക്കാതെ ഇങ്ങനത്തെ റോക്ക് ബോട്ടെല്ലാം വരും. എൻ്റെ മോളെ സെമസ്റ്റർ ഫീ കെട്ടണം, അവിടെ അഡ്മിഷൻ ഇട്ട് ഒരു നല്ലൊരു കോളേജിൽ ഹോസ്റ്റലെല്ലാം ഇതായി 30,000 ഉറുപ്പ്യ ഇല്ലാതെ 30 വെള്ളിക്കാശിന് തെണ്ടിത്തിരിഞ്ഞെന്ന് പറഞ്ഞ പോലെ 30,000 ഉറുപ്പ്യ ബാറില്, 30,000 ഉറുപ്പ്യ 10 ഉറുപ്പ്യ പലിശക്ക് ഒറ്റ ഈവനിങ് കൊണ്ട് ഞാൻ സൈൻ ചെയ്ത് കൊടുത്തിട്ട്, അത് വേറൊരു കണക്കല്ല ഉണ്ടായത്. 30,000 ഉറുപ്പ്യ കുടിക്കാനല്ല, അതിന് വേറെ എന്താ. എന്തിനാ നിങ്ങളുടെ അടുത്ത് മറക്കേണ്ട കാര്യം ഇത്രയും പറഞ്ഞു? ചീട്ട് കളിക്കാനും ഇതിനുമല്ല. ഒറ്റ ഒരു ടൈം ഒരു ഫോണ് കൊണ്ട് വരുത്തിച്ച് ചെയ്ത ആൾ. അവസാന കാലഘട്ടം അത് തീർന്നത്. അവര് 30,000-ന് 3 മാസം കഴിഞ്ഞ് 90,000 ഉറുപ്പ്യ എന്റെ പൈസ വിഡ്രോ ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തു.
അതിന്റെ ഇടയ്ക്ക് ഞാൻ അത് വാങ്ങി ഇത് വാങ്ങി എന്നുള്ള അവർ പറയുന്നുണ്ട്. അതെല്ലാം എന്റെ മക്കൾ ഇത് കഴിക്കേണ്ട പൈസയാണ്. അപ്പം ഈ 30,000 ഉറുപ്പ്യ എന്റെ ഭാര്യന്റെ കാലിൽ വീണ് നോക്കിയ, പ്ലീസ് ഞാനിപ്പോ കുടിക്കുന്നില്ല. 1 വർഷം കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ടോക്കൺ വാങ്ങല്. അവക്ക് എന്റെ മേലെ വിശ്വാസമില്ല. വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ കുടിക്കുന്നതല്ല വിശ്വാസക്കുറവ്. ഞാൻ കുടിക്കുന്നതെല്ലാം ചെറിയ ക്വാണ്ടിറ്റിയാ. എന്നൊക്കെ ഞാൻ വെറുതെ വിളിച്ചു പറയും, ഞാൻ 1.25 ഫുള്ള് കുടിച്ചു, 1.5 ഫുള്ള് കുടിച്ചെന്നല്ലോ. അതെല്ലാം വെറുതെയാ. വെറും കുറച്ചേ കുടിച്ചിട്ടുണ്ടാവുള്ളൂ. എന്റെ ശരീരം അത്രേ താങ്ങുള്ളൂ. പക്ഷെ എനിക്ക് വീൻ പളക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. ഇതെല്ലാം ആയിരുന്നു എന്റെ പ്രോബ്ലം എന്ന് പിന്നീടാ അറിഞ്ഞത്. എനിക്ക് ഏറ്റവും വലിയ ഇത് പൈസ കടം വാങ്ങലും കളവ് പറയലാണ് എന്റെ ഏറ്റവും വലിയ ഹോബി. അതിന് കൂട്ടുപിടിച്ചതാണ് ഈ മദ്യം. എല്ലാം മദ്യം കഴിച്ചുകൊണ്ടല്ല ഞാൻ കളവ് പറയും. മദ്യം കഴിക്കുന്നതിനെക്കാട്ടി മുമ്പേ ഞാൻ കള്ളനും കളവ് പറയുന്നതാണ്. എന്റെ ഫ്രണ്ട്സും എന്റെ കൂടെ ഉള്ളവര് റിലേറ്റീവ്സ് വായി തുറന്ന കളവെല്ലായിട്ട് പറയില്ല അവൻ. അത്രയും കീർത്തി കേട്ട ആളായിരുന്നു. അപ്പോ ഈ 30,000 ഉറുപ്പ്യ അവളെ അച്ഛന്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചു കൊടുക്കാനാ പറയുന്നത്. അവള് പറഞ്ഞ എന്നെ കൊണ്ട് ഒരു പൈസ നിങ്ങൾക്ക് സഹായിക്കാൻ. അവളെ കഴുത്തിലുള്ളത് മറ്റേതാ, താലി എന്ന് പറഞ്ഞ ഒരു പൊട്ട് കഷ്ണം മാത്രം. ആ തമിഴ്നാട് സെന്റിമെന്റ് എല്ലാം ആരും വാങ്ങിയില്ല, അതുകൊണ്ട് അതുണ്ട്. അതിന്റെ കൂടെ പച്ച കളർ ആവും അവൾക്ക്, റോൾഡ് ഗോൾഡ് ഇട്ട്. അതും ഇട്ടിട്ട് പച്ച കളർ കഴുത്തുകൾ ചൊറിഞ്ഞുകൊണ്ടാണ് അവള് നടക്കുന്നത്. 1 കൊല്ലം ഞാൻ പുതിയ ജീൻസ്, പുതിയ ടീഷർട്ട്, എന്റെ ഡിസ്കവർ ബൈക്ക് കൊടുത്തിട്ട് പുതിയ പൾസർ ബൈക്ക്. ഇതെല്ലാം പറഞ്ഞ കാര്യം. വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടി നിർത്തി എന്ന് പറഞ്ഞാൽ എല്ലാം ആയി വിശ്വസിക്കുന്നതിൽ ഒരു കാര്യം ഇന്ന് മനസ്സിലാകുന്നുണ്ട്. ഏലുള്ള ആ പ്രോഗ്രാം, അതിലേക്ക് ഇറങ്ങിച്ചെല്ലെങ്കിൽ ആത്മീയത പറയുന്നു. അതിന് ഞാൻ അടക്കത്തോടെ ഇവിടെ നിന്ന് കൊടുത്തില്ലെങ്കിൽ എന്റെ കാര്യം പോക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഇത് പറയാ, കണക്ക് പറയാൻ പാടില്ല എന്ന് പറയെങ്കിലും ഞാൻ പറഞ്ഞു പോവാണ് വീണ്ടും വീണ്ടും. 10 കൊല്ലം കൊണ്ട് 10 ലക്ഷം ഉറുപ്പ്യ 30 ലക്ഷം ആക്കിയ ഒരു മന്നനാ ഞാൻ. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഒരിടത്തും കംപ്ലീറ്റ് പൈസ കൊടുത്ത് തീർക്കൂല. പലിശ മാത്രം കൊടുക്കാൻ വേറെ ഇടത്തുനിന്ന് കടം വാങ്ങും. ഏലെല്ലാം വന്നപ്പോ പച്ചയായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇതുവരെ കഴിഞ്ഞു പോയാലും നീ പൊറുപ്പല്ല. അതെല്ലാം നടന്ന് ഇനി നടക്കാൻ പോകുന്നതിനും എല്ലാത്തിനും നീ മാത്രം റെസ്പോൺസിബിൾ. അതിനാണ് ഇവര് പച്ചയായിട്ട് ഇനി എന്താ നടക്കാൻ പോകുന്നതെന്നുള്ളത് അവരെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ നമുക്ക് അനുഭവമായിട്ട് ഈ പഴയ ആൾക്കാർ പങ്കുവെക്കുന്നു. അന്നേരം അവരെ കളിയാക്കിയിട്ടാ നടന്നത്. ഇയാൾ ഈ പണ്ട് പൈസ കൊടുത്തത് കണക്ക് നമ്മളല്ല പൈസ വാങ്ങിയ തിരിച്ച് കൊടുക്കൂല. ഒറ്റപ്പിടിവാദ കൊടുക്കൂല. അവന് കുറെ പലിശ കൊടുത്തു. അപ്പൊ എന്റെ സീനിയേഴ്സ്, പലിശക്കാരൻ പലിശ കിട്ടാനാ പലിശക്ക് കൊടുക്കുന്നത്. നീ ആ പലിശ കൊടുത്തു എന്ന് പറഞ്ഞാൽ അവൻ അവന്റെ പൈസ കിട്ടാനായിട്ട് നിന്നെ വിടൂല. എന്റെ പേടി എന്തായിരുന്നു, എന്നെ അടിച്ചു കൊല്ലുന്നു. എന്നോട് ഏക്കാര പറഞ്ഞു, നിന്നെ ആരും അടിച്ചു കൊല്ലൂലടാ. അടിച്ചു കൊന്ന അവർക്ക് എങ്ങനെ പൈസ കിട്ടുക? നിന്നെ പോലത്തെ ആൾക്കാരെ അടിച്ചു കൊന്നിട്ട് പിന്നെ അവർ ആ കേസിന്റെ ബാക്കിൽ നടക്കണം. അല്ലെങ്കിൽ തന്നെ നിന്റെ അടുത്ത് പൈസ കൊടുത്തു പോയാൽ അവർ വ്യസനിച്ച് നടക്കുക. അവരും കുറെ ആൾക്കാർ കേസ് കൊടുത്ത്, കുറെ ആൾക്കാർ പരിഹാരം എല്ലാം ചെയ്യേണ്ട വിധത്തിലുള്ള പൈസ എല്ലാം കൊടുത്ത് കുറെ തീർത്ത് എല്ലാം വന്നോണ്ട് മാത്രം. ഇല്ലെങ്കിൽ വീണ്ടും ഞാൻ പറയുന്നില്ല, വീണ്ടും വീണ്ടും ഞാൻ ഉറപ്പിച്ചു പറയാം, ഈ റിലാപ്സ് ആയി മറ്റേതായി എന്നെല്ലാം പറയുന്ന കൂട്ടരെ കാണുമ്പോൾ എനിക്ക് ശരിക്കും ചിരിയാ വരെ. നീ ചിരിക്കുകയും ചെയ്യും, എന്റെ അപ്പുറവും ചെയ്യും. ചിരിക്കുന്ന കാര്യം എന്താണെന്നറിയോ? ഈ കുടിച്ചു കഴിഞ്ഞാൽ വീണ്ടും എന്താ ആകുന്നതെന്ന് നേരത്തെ നമുക്ക് എല്ലാം കാണിച്ചു തന്നിട്ടാണ് എയിലേക്ക് കൊണ്ടുവരുന്നത്. പിന്നെയും വീണ്ടും പോയി കുടിക്കുന്നതിന്റെ കാരണം ഒന്ന് രോഗത്തിന്റെ തീഷ്ണത, രണ്ടാമത്തെ ഈ സാഹചര്യങ്ങളുടെ എന്താ സമ്മർദ്ദമല്ല, അതൊരു അഡ്വാൻറ്റേജ് ആയി എടുത്തിട്ട് ആ രോഗം എന്നും പറഞ്ഞിട്ട് വീണ്ടും അതിലേക്ക് വേണം. സീനിയേഴ്സ് പറയും, ആരും അറിയാതെ ഞാൻ കുടിച്ചു പോയതാണ്, അത് റമ്മ് മറ്റേത് പെപ്സിയാന്ന് വിചാരിച്ച് കുടിച്ചു പോയത്. എന്റെ സമ്മതം ഇല്ലാതെ എന്റെ ഇതിലേക്ക് ഒരു സംഗതിയും നടക്കും. വന്നതിന് ശേഷം പ്രത്യേകിച്ചു നല്ലതും നടക്കൂല, ചീത്തയും നടക്കും. വന്ന് നല്ലത് നടക്കണമെങ്കിൽ ആ 12 പടികൾ അടങ്ങിയ ആ പ്രോഗ്രാമിലൂടെ ഞാൻ സഞ്ചരിക്കേണ്ടതുണ്ട്. സമയം കുറവായതുകൊണ്ടാണ് ഫാസ്റ്റാಗಿ തീർക്കുന്നത്. ഈ റോക്ക് ബോട്ടം കണ്ട വോട്ടർ, അതുകൊണ്ട് തന്നെ പറയുന്നൊരു വാക്കുണ്ട്, അവസാനത്തെ കുടിയും ആദ്യത്തെ മീറ്റിംഗ് ഒരിക്കലും മറക്കരുത്. ഞാൻ വിറച്ച കൈകളോടെ അല്ലെങ്കിൽ ഒരുമാതിരി കരഞ്ഞു കലങ്ങിയ പോലത്തെ കണ്ണുകളോടെ
ആദ്യത്തെ മീറ്റിംഗ് ആ ഒരു മീറ്റിംഗ് ഹാളിൽ എത്തിയത്, അവിടെ ഒരു ബൈസ്റ്റാൻഡർ ആയിട്ട് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരെന്റെ ഭാര്യനോട് ഒരു പ്രാവശ്യം അടി കൂടുമ്പോ പറഞ്ഞു. അന്നത്തെ ദിവസം കരഞ്ഞ് ബെർച്ച ഒരാളെ അങ്ങനെ കൂട്ടിക്കൊണ്ടാന്നുള്ള മറന്നുപോയി അല്ലേ നിങ്ങൾ? അത് അടി കൂടിയത് ഏക്ക് വേണ്ടി അലനന് വേണ്ടിയിട്ട് അവർ വാടക കൂടുതൽ ചോദിച്ചപ്പോൾ ഉള്ള അടിയായിരുന്നു. പക്ഷെ എൻ്റെ ആ സ്ഥിതി ഇന്നും ഞാൻ ഓർക്കും. രാവിലെ 4 മണിക്ക് വണ്ടി സ്കൂട്ടറോടെ പോയി സൈഡിൽ കൂടെ ഛർദിച്ച് പോയി അവിടെ നിർത്തിയിട്ട് 30 ഉറുപ്പ്യക്ക് ആ ജനൽ വഴി തട്ടിയിട്ട് പകുതി താന്ന് 8 മണി വരെ കരയുമ്പോൾ 8 മണിക്ക് അവസാനത്തെ ആ മദ്യം കിട്ടിയതിന് ശേഷം അത് ഉള്ളിലേക്ക് ആർത്തിയോടെ വലിച്ചു കയറ്റിയപ്പോൾ വീണ്ടും അത് ഛർദിയായി മാറി പുറത്തേക്ക് പോയപ്പോൾ ആ ഛർദി മാത്രം നോക്കി അവിടെ തന്നെ നിറ കണ്ണുകളോടെ നിന്ന് എന്നെ ഞാൻ മറക്കുന്നില്ല. ഇതെല്ലാം എനിക്ക് ഓർമ്മിപ്പിക്കാൻ എൻ്റെ പുതുമക്കാരായ സുഹൃത്തുക്കൾ ആ അനുഭവത്തോടെ തന്നെ വീണ്ടും വരുമ്പോൾ അവരെ കെട്ടിപ്പിടിച്ചിട്ട്, നിങ്ങളെ കാട്ടി മോശ സ്ഥിതിയായിരുന്നു എൻ്റെത്, ഞാൻ ഇങ്ങനെ വന്ന് തുടർന്ന് ഈ കാലഘട്ടങ്ങളിലൂടെ വളരെ വിഷമത്തോടെ തന്നെ പോയപ്പോൾ ഇന്ന് നല്ലൊരു ജീവിതം ജീവിക്കാൻ, അല്ലെങ്കിൽ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾക്കും പറ്റുന്നുള്ളത് ധൈര്യത്തോടെ ഉറച്ച സൗണ്ടോടെ അവർക്ക് ഒരു ഹോപ്പ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതിന് ഒരു നിബന്ധനയും, തിരിച്ച് നീ വരൂലേ, അല്ല എനിക്കൊരു ചായ വാങ്ങിത്തരുമോ, അല്ലെങ്കിൽ എനിക്കൊരു കിറ്റിയിലിടാൻ 20 ഉറുപ്പ്യ തരുമോ എന്ന് പോലും അവരുടെ അടുത്ത് ഒരു ചിരി പോലും പ്രതീക്ഷിക്കാതെ ആ മെസ്സേജ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതിന് ഈ ഗ്രൂപ്പുകളുടെ സപ്പോർട്ട് ആവശ്യമാണ്. എന്നെ എല്ലാവരെയും കേൾക്കുമോ? ഇന്നിപ്പോ കേൾക്കാൻ വേണ്ടി 50 ആളുണ്ട്, ഞാനടക്കം. എന്തിന്റെ ആവശ്യം? നമ്മളെല്ലാം ഒറ്റ കൊടക്കീഴിൽ ഒരേ ഒരു സന്ദേശം കൈമാറാൻ വേണ്ടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. ആ തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് ഞാൻ ഈ മദ്യന്മാർ ഈ മീറ്റിങ്ങിൽ വരുമ്പം മീറ്റിങ്ങുകൾ പോവാൻ മടി കാണിക്കുക, ഈ റോക്ക് ബോട്ടെല്ലാം വിട്ട് ഇനിയിപ്പോ റിക്കവറിന്റെ മീറ്റിങ്ങിൽ പോവാൻ മടി കാണിക്കുക, ഭാര്യനോട് അമ്മനോട് ആൾക്കാരോട് ആരോടെങ്കിലും നന്ദിയില്ലാതെ മാപ്പ് പറയാതെ അവരെന്തിനാ ആരാ ചെയ്ത് എല്ലാം എനിക്കറിയാം, ആ ഒരു അഹംഭാവത്തോടെ നടക്കുക, എളിമ ഇല്ലാതെ നിൽക്കുക, പുതുമക്കാരെ കൂട്ടിപ്പിടിക്കാതെ അവർക്ക് സന്ദേശം കൊടുക്കാൻ ആ ഒരു ഗ്രൂപ്പിന്റെ കൂടെ ഏതിനെങ്കിലും പോവാതെ എനിക്ക് പണിയുണ്ട്, ഞാൻ കുറെ സമ്പാദിക്കണം, വിട്ടതെല്ലാം പിടിക്കണം, ഇങ്ങനത്തെ രീതിയിൽ വീണ്ടും ആ ആത്മീയതയുടെ വഴിയിൽ നിന്ന് മാറി ലൗകികതയുടെ വഴിയിലേക്ക് പോകുന്നത്, ഇതെല്ലാം എന്നെ വീണ്ടും അടിപതറിലേക്കും വീണ്ടും ആ റോക്ക് ബോട്ടം പിന്നെ ഒന്നും കൂടി ദൈവം കാണിക്കാനുള്ള രീതിയിലേക്ക് പോവാതിരിക്കാൻ നമ്മളെല്ലാം സാധ്യമാകുന്ന നല്ലൊരു പ്രോഗ്രാം നമുക്ക് തങ്കത്തട്ടിൽ കേക്ക് മുറിച്ചു വെച്ച പോലെ തന്നിരിക്കുന്നു പഴമക്കാര്. അതിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഈ കൂട്ടായ്മയുടെ കൂട്ടിപ്പിടുത്തത്തോടെ ഈ ശിവരാത്രി ഇനിയുള്ള ഇവിടെ ഇരിക്കുന്ന ഈ 50 പേർക്കും ഇനിയുള്ള എല്ലാ കഷ്ടപ്പെടുന്ന മധ്യാസക്തർക്കും ആ സന്ദേശം കിട്ടി നല്ലൊരു ജീവിതം ജീവിക്കാനാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു രാമട്ട, താങ്ക് യു എവരിബഡി.